തന്നെ പല ആളുകളുടെയും മക്കളൊക്കെ ഇന്ന് വിദേശത്ത് ജോലിയിലാണ്. അല്ലാഹു തആല അവരുടെയൊക്കെ ജോലിയിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമ്മുടെ പുണ്യമായ ഈ ക്ലാസിൻ്റെ ദിനങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ ഓരോ ദിവസവും മുന്നോട്ട് കടന്നു പോവുകയാണ്. വളരെ സന്തോഷത്തോടുകൂടെ ആനന്ദത്തോടുകൂടെ അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾക്ക് ഇൽമുമായി ഓരോ സമയവും സെക്കൻഡുകളും മണിക്കൂറുകളും മിനിറ്റുകളുമായി നമ്മൾ കടക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അമേയമായ അനുഗ്രഹീതമായ പുണ്യമായ റബ്ബിൻ്റെ പ്രതിഫലം ഉണ്ട് എന്ന് എൻ്റെ പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും അവിടുന്ന് പ്രതീക്ഷിക്കാം. ഇത് കേൾക്കുന്ന നമുക്കും പറയുന്ന എനിക്കുമൊക്കെ അല്ലാഹു തആല എന്താണോ പരിശുദ്ധമായ ദീനുമായി ബന്ധപ്പെടുമ്പോഴുള്ള പ്രതിഫലം എന്നത് അല്ലാഹു തആല പ്രതിഫലം നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ജീവിതത്തിൽ കരുതുന്ന ഒരു കാര്യമാണ് ഇന്ന് അല്ലെങ്കിൽ നാളെ നമുക്ക് നന്നാവണമെന്ന്. രാത്രി സമയത്ത് നമ്മൾ കിടക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നും, പടച്ചവനെ ഇരുട്ടാണ്, വെളിച്ചമെല്ലാം കെടുത്തിയിട്ട് നമ്മൾ കിടക്കുന്ന സമയത്ത് നമുക്ക് തോന്നും എനിക്ക് നന്നാവണം, ഇന്ന് ഞാൻ തഹജ്ജുദിന് എണീക്കും, എല്ലാ സൽക്കർമ്മങ്ങളും ഞാൻ ചെയ്യുമെന്ന് എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിനകത്ത് വല്ലാത്തൊരാഗ്രഹം കടന്നു വരാറുണ്ട്. അപ്പൊ നമുക്കിങ്ങനെ തോന്നും, ആ ഒരു ചിന്ത, പടച്ചവനെ ഞാൻ നന്നായി, എൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും ഞാൻ മാറി, ജീവിതത്തിൽ എനിക്ക് പുതിയൊരു ജീവിതത്തിന്റെ കാൽവെപ്പുകളിലേക്ക് ഞാൻ കിടക്കുകയാണ്. അല്ലാഹുവേ, എനിക്ക് നല്ല സംസാരവും നല്ല സംസ്കാരവും നല്ല രീതിയും ചിന്തയുമെല്ലാം എൻ്റെ ഹൃദയത്തിലോട്ട് കടന്നു വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത പരിശുദ്ധമായ സ്വർഗം എനിക്ക് വേണം. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനടക്കമുള്ള എല്ലാവരും എൻ്റെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ജീവിതത്തിന്റെ മേഖലകൾ മനുഷ്യൻ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നല്ല നന്മയാർന്ന ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ എല്ലാവരും പ്രയത്നിക്കുകയാണ്, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പല ആളുകൾക്കും അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ചിന്തകൾ വരുന്നുണ്ടെങ്കിലും എൻ്റെ പ്രിയമുള്ളവരെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് നന്മകൾ ചെയ്യാൻ അത് സാധിക്കാറില്ല. ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നാളെ അതിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് തോന്നുന്നു ഇത് നാളെ ചെയ്യാമെന്ന്, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി സമയമുണ്ടല്ലോ പിന്നീട് ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചു. അങ്ങനെ ആ സമയവും കാലവും നേരവും ഒക്കെ കടന്നു പോകും. അവസാനം നമ്മൾ കരുതിയതുപോലെ വേണ്ട രൂപത്തിൽ നമുക്ക് നന്മകൾ ചെയ്യാൻ കഴിയാതെ എൻ്റെ പ്രിയമുള്ളവരെ വരാറുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് അനുഭവമുള്ള ആളുകളാണ് നമ്മളൊക്കെ. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഭൂമിയിലേക്ക് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹയെയും അവിടുന്ന് പറഞ്ഞു വിട്ട സംഭവം നമുക്കറിയുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു തമ്പുരാൻ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി മലക്കുകളുടെ ഉസ്താദായിരുന്ന അസാസിൽ എൻ്റെ പ്രിയമുള്ളവരെ ഇബ്ലീസ് എന്ന് പറയുന്നവൻ, അവനെ കേട്ടാൽ ഇന്ന് നമ്മൾ ലഅനത്തുല്ലാഹി അലൈഹി നമ്മൾ പറയാൻ, ആ ഇബ്ലീസായ ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ, അതാ പടച്ചവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുന്നുണ്ട്, അതാ ആദം നബി അല്ലാഹു തആല സൃഷ്ടിക്കുകയാണല്ലോ, ആദം നബിയെ സൃഷ്ടിച്ചിട്ട് അവിടുന്ന് പറയുന്നു, നിങ്ങളെല്ലാവരും ആദമിന് സുജൂദ് ചെയ്യണേ, കാരണം ഈ ലോകത്തിന്റെ ഈ നാടിന്റെ പടച്ചവനെ എല്ലാവരുടെയും പിതാവാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആദം നബിക്ക് സുജൂദ് ചെയ്യണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പടച്ചവനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അതാവിടുന്ന് പടച്ചു തമ്പുരാൻ റൂഹൂതുകയാണ്. ഈ ഭൂമി ലോകത്തുള്ളത്, ഈ ഭൂമി ലോകത്ത് വരാനുള്ളത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും പടച്ചവൻ അതാ ആദം നബിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആദം നബിക്ക് അതിനെ കുറിച്ചെല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മലക്കുകളെക്കാൾ ഉത്തമന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആവുകയാണ്. പടച്ചവനെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി പടച്ചു തമ്പുരാനതാ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറയുകയാണ്.
ചെയ്യുകയാണ്. അതാ എല്ലാ മലക്കുകളും അവിടുന്ന് സുജൂദ് ചെയ്യുന്നു. എല്ലാവരും സുജൂദ് ചെയ്യുകയാണ്. ആ കൂട്ടത്തിൽ ഇബ്ലീസ് അസാസീൽ എന്ന് പറയുന്ന മലക്കുകളുടെ ഉസ്താദായ നേതാവുണ്ടല്ലോ, പടച്ചവനെ അവിടുന്ന് എണീറ്റ് നിൽക്കുകയാണ്. അവന് അന്ന് അല്ലാഹു തആല പുറത്താക്കിയതാ. അല്ലാഹ്ക്ക് ധിക്കരിച്ചപ്പോ, ഞാനാ വലിയവനെന്ന് പറഞ്ഞപ്പോ, പടച്ചവനെ ഇവരുടെയൊക്കെ നേതാവ് ഞാനാണല്ലോ, പിന്നെ എന്തിനാ ഞാൻ സുജൂദ് ചെയ്യുന്നത്? ഞാനല്ലേ ഏറ്റവും വലിയവനെന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് നിന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പുറത്തേക്ക് വലിച്ചെറിയുകയാണ്. അവിടുന്ന് ഇബ്ലീസിനെ ലഅനത്താക്കപ്പെടുകയാണ്. അവൻ അവിടുന്ന് ശപിക്കുകയാണോ? അതാ പടച്ചവനെ ഒരുപാട് ഓഫറുകൾ അവിടുന്ന് അവന് ചോദിക്കുന്നുണ്ട്. എനിക്ക് താമസിക്കാൻ ഇടം വേണമല്ലോ, എനിക്കും എൻ്റെ മക്കൾക്കും താമസിക്കാൻ ഇടം വേണമല്ലോ. പടച്ചവനെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് ഇബ്ലീസ് ചോദിക്കുന്നുണ്ട്. അതാ അവസാനം അവൻ പറഞ്ഞു വെച്ച കാര്യം എന്തെന്നറിയോ? ലഅഖഉദന്ന ലകും സിറാത്തകൽ മുസ്തഖീം. നബിയേ, പടച്ചവനെ നിങ്ങൾ അടിമകളുണ്ടല്ലോ, നിങ്ങൾ അടിമകളായ ആളുകളുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടേതെന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ അടിമകളെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ സിട്ടികളുണ്ടല്ലോ, ആ സിട്ടികളെ മുഴുവനും ഞാൻ വഴി പിഴപ്പിക്കുമല്ലോ. അവരെ ഒരുപാട് വേണ്ടാധീനങ്ങളിലേക്ക് ഞാൻ കൊണ്ടുപോകുമല്ലോ, അവരെ പിഴപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസ് പടച്ച തമ്പുരാനോട് സമ്മതം ചോദിച്ചവനാ. ആ ഇബ്ലീസിന്റെ പ്രിയമുള്ളവരെ നമ്മുടെ കൂടെയുണ്ട്. അവൻ ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് വരാം. പടച്ചവനെ തെറ്റ് ചെയ്യാൻ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ, നമുക്കുള്ള സാഹചര്യങ്ങളെ അവനിങ്ങനെ ഒരുമിച്ച് കൂട്ടി തരികയാണ്. അവസാനം പടച്ചവനെ തെറ്റ് ചെയ്തിട്ട് നമ്മളങ്ങ് പരാജയപ്പെട്ടോ, അവനങ്ങ് കാലുമാറുകയാ, അവനങ്ങ് കാലുമാറുകയാ. പിന്നീട് അവന് ദൂരെ നിന്നിട്ട് ചിരിക്കുകയാണ്. എന്തേ അവൻ നമ്മൾ പിഴപ്പിക്കാനുള്ള കാര്യം എന്തെന്നറിയോ? നമ്മളെ ഇങ്ങനെ പ്രയാസപ്പെടുത്താനുള്ള കാര്യം എന്തെന്നറിയോ? അവൻ പടച്ച തമ്പുരാനോട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതാ റസൂലുള്ള പഠിപ്പിക്കുകയാണ്. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ സൃഷ്ടിച്ചത് മുതൽ അല്ലാഹുവോട് പറഞ്ഞതെന്തെന്നറിയോ? നിന്റെ സിറാത്തുൽ മുസ്തഖീമായ നേരായ പാതയുണ്ടല്ലോ, അതിലൂടെ കടന്നു പോകുന്നവരെന്ന് പറയുന്ന ഒരുപാട് അടിമകളില്ലേ നിനക്ക്, അവരൊക്കെ ഞാൻ വഴി പിഴപ്പിക്കുന്നതാ, തെറ്റിലേക്ക് ഞാൻ അവരെ കടത്തിവിടുമെന്ന്. അതാ പടച്ചവനെ ഇബ്ലീസ് അവിടുന്ന് പടച്ച തമ്പുരാനോട് പറയുന്നു. അല്ലാഹു തആല പറയുകയാ, നിനക്ക് കഴിയുന്നവരുണ്ടല്ലോ, നിനക്ക് കഴിയുന്നവരുണ്ടല്ലോ, അവരെ നീ പിഴപ്പിക്കടാ, നിന്റെ ആളുകളായിട്ട് നീ ചേർത്ത് വെക്ക്. പക്ഷേ എന്നെ വിശ്വസിച്ചുകൊണ്ട് തഖ്വയോടുകൂടി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, എന്റെ അടിമകളുണ്ട്, അവരെ നിനക്കൊരിക്കലും തന്നെ പിഴപ്പിക്കാൻ കഴിയില്ലെന്ന് അതാ പടച്ച തമ്പുരാൻ അവിടുന്ന് പറയുകയാ. പടച്ചവനെ നമ്മുടെ മനസ്സിനകത്ത് നന്നാവാനുള്ള ആഗ്രഹം വന്ന മോനെ ഇബ്ലീസ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമല്ലോ, എന്നിട്ട് അവനെന്ന് ദുർബോധനം നടത്തുമല്ലോ. നമ്മൾ ഈ ഇബ്ലീസിന്റെ ആളുകളാകരുത്, ജീവിതത്തിൽ നന്മകൾ നഷ്ടപ്പെടുത്തരുത്, അല്ലാഹനെ മറന്നു കളയരുത്. അങ്ങനെ നമ്മൾ നടന്നാൽ നമ്മുടെ ജീവിതം അല്ലാഹു തആല പരീക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് നോക്കുമ്പോൾ ഇബ്ലീസ് അവിടെ നിൽക്കുന്നുണ്ട്. അവനിങ്ങനെ പേപ്പെട്ട് നോക്കി നിൽക്കുക. അല്ലാഹു തആല പറഞ്ഞു, എന്താണ് നീ സുജൂദ് ചെയ്യാത്തത്? അവൻ പറയാ, ധിക്കാരത്തോടു കൂടെ പറയാ, എന്നെ സൃഷ്ടിച്ചത് തീയ കൊണ്ടാ, തീയിനെ കത്തിച്ച തീയ മേലോട്ടാ, മണ്ണെന്ന് പറഞ്ഞ ആദമിനെ പടച്ചത് മണ്ണ് കൊണ്ടാ, മണ്ണിങ്ങനെ പിടിച്ച തായോട്ടാ വീഴുന്നത്. ഞാനല്ലേ ഉയരത്തിലുള്ളത്, ഞാനല്ലേ ഉയരത്തിലുള്ളത്, അതുകൊണ്ട് അവൻ എനിക്കല്ല സുജൂദ് ചെയ്യേണ്ടത്, അല്ലാതെ ഞാൻ അവനിക്കല്ലല്ലോ എന്ന് ഇബ്ലീസ് അഹങ്കാരത്തോടു കൂടെ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പറയാം. ഇത് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നീ ലഅനത്താക്കപ്പെട്ടവനാ, ഖിയാമത്ത് നാൾ വരെ നീ ലഅനത്താക്കപ്പെട്ടവനാ, ശപിക്കപ്പെട്ടവനാ എന്ന് പറഞ്ഞ് അല്ലാഹു തആല ഇബ്ലീസിനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞതാണ്. മനസ്സിലായോ?
ഇബ്ലീസിനെ അല്ലാഹു തആല പുറത്തേക്ക് വലിച്ചെറിഞ്ഞതാ, അന്ന് മുതൽ ഒഴിവാക്കി വെച്ചതാ ഇബ്ലീസിനെ. എന്റെ പ്രിയമുള്ളവരെ, പിന്നീട് ഇബ്ലീസിന് ലോകം മുഴുവനും ഇബ്ലീസിന്റെ പേര് കേട്ടാൽ പിന്നെ എന്ത് പറയും? പറ, ലഅനത്തുല്ലാഹി അലൈഹി. പടച്ചോനെ, അവന്റെ ലഅനത്ത്, ശർറിൽ നിന്ന്, ശാപത്തിൽ നിന്ന് പടച്ചോനെ ഞങ്ങളെ കാക്കണേ എന്ന് വെറുതെയാ പറയാൻ പറഞ്ഞത് റസൂലുള്ളാഹ്. അവൻ അത്രക്കും ദുൽമ. എന്റെ പ്രിയമുള്ളവരെ, എന്ന് നോക്കൂ നിങ്ങൾ. നമുക്ക് തോന്നും ഇന്ന് നന്നാവണം അല്ലെ, എന്നിട്ട് നമ്മളങ്ങനെ സമയവും കാലവും അങ്ങനെ കഴിക്കും. രാത്രി കിടക്കുമ്പോ തോന്നും ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ എന്തായാലും നന്നാവും, ഞാൻ നാളെ എന്തായാലും നന്നാകും. എന്റെ പ്രിയമുള്ളവരെ, എനിക്ക് നാളെ നന്നാവണമല്ലോ, എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യണമല്ലോ. അതാ പടച്ചവനെ ഓരോ മനുഷ്യനും ഇങ്ങനെ വിചാരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടെന്നറിയോ? നമുക്ക് ആ ചിന്ത വന്നിട്ടും പിന്നെയും നമ്മുടെ സ്വഭാവവും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമ്മൾ മാറ്റുന്നത് എന്താണ്? അതാ കൽബെന്നു പറഞ്ഞാൽ കൽബിന്റെ അർത്ഥം എന്തെന്നറിയോ? മാറി മറിയുന്നത് എന്നാണ് അർത്ഥം വരുന്നത്. പടച്ചവനെ, മഹാന്മാരവിടുന്ന് പറയുകയാണ്, നമ്മുടെ കൽബിന്റെ സ്വഭാവം എങ്ങനെയാണ്? ഒരു തൂവലെടുത്തിട്ട് ഒരു നൂലിൽ ഇങ്ങനെ കെട്ടിവെക്കുകയാണ്. വല്ലാതെ കാറ്റിങ്ങനെ അടിക്കുമ്പോ അതിങ്ങനെ മാറി മറിയുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. എന്നതുപോലെയാണ് ഒരു മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ കൽബെന്ന് പറയുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പടച്ചവനെ മനുഷ്യന്റെ മനസ്സിന് മാറ്റങ്ങൾ സംഭവിക്കാം. ഇന്ന് പറഞ്ഞത് നാളേക്ക് മാറ്റി പറയാം, ഇപ്പൊ പറഞ്ഞത് മിനിറ്റുകളെ കൊണ്ട് മാറ്റി പറയാം. പടച്ചവനെ, ഏത് സാഹചര്യത്തിലാ നമ്മൾ നിലകൊള്ളുന്നത്, എങ്ങനെയാ നമ്മുടെ കൽബിന്റെ ആശയക്കൂട്ടുകളെന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ കൽബിനെ കുറിച്ച് അങ്ങനെയാണ്. അതാ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇത് അല്ലാഹുവേ ഇബ്ലീസിന്റെ ഒരു വല്ലാത്ത ഇടപെടൽ അതിലുണ്ട്. ഇബ്ലീസ് അല്ലാഹു തആലയോട് സമ്മതം ചോദിച്ചവനാ. ഇതിന്റെ ആളുകളെ മുഴുവൻ ഞാൻ പിയപ്പിക്കുമെന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞു. നീ ഒരുങ്ങടാ, നീ ഖിയാമത്ത് നാൾ വരെ നിനക്ക് കഴിയുന്നത് നീ ചെയ്തോ. എന്നാൽ എന്നിൽ തഖ്വയോടുകൂടെ എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടോ, അവരെയൊന്നും നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. അതാ പടച്ചവനെ, പടച്ചു തമ്പുരാൻ ഇബ്ലീസിനോട് വെല്ലുവിളിച്ചതാ. ഇബ്ലീസിന്റെ അല്ലാഹനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരുണ്ടല്ലോ, അവരെ തൊടാൻ കഴിയില്ല, അവരുടെ അടുത്തേക്ക് പോലും കടന്നു വരാൻ കഴിയില്ല. അതുകൊണ്ടാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു, ഉമറേ, എന്റെ ഉമറുണ്ടല്ലോ, എന്റെ ഉമർ കടന്നു പോകുന്ന വഴികളിലൂടെ പടച്ചവനെ ഒരിക്കലും ഇബ്ലീസ് പോലും കടന്നു വരുന്നില്ലെന്ന്. അതാ പടച്ചവനെ അവിടെന്ന് അല്ലാഹുവേ മുത്തുനബി വെറുതെ പറഞ്ഞതാണോ? ഈമാൻ കടന്നു വന്നാൽ അങ്ങനെയാണ്, ഹൃദയത്തിനകത്ത് ഈമാൻ കേറി വന്നാൽ അങ്ങനെയാണ്. പിന്നീട് എല്ലാം പടച്ചവനെ ദുനിയാവിന്റെ ആഡംബരങ്ങള്, ഇബ്ലീസിന് ദുനിയാവിന്റെ സൗകര്യങ്ങള് എല്ലാം അവിടെ നിന്ന് ഭയമാണടോ. ദുനിയാവ് വരെ മാറി നിൽക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കൽബ് എന്ന് പറഞ്ഞാൽ ഏത് നിമിഷം വേണമെങ്കിലും എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് മാറി നിൽക്കാം, അവിടുന്ന് മാറി നിൽക്കാം. ഇബ്ലീസ് ഏത് രൂപത്തിലാ കടന്നു വരിക എന്ന് പറയാൻ കഴിയില്ല. ഒരു മഹാന്മാര് പറഞ്ഞു, ഒരു നൂലില് അവിടുന്ന് ഒരു തുവലിങ്ങനെ കെട്ടിവെച്ചു. ആ തുവല് കെട്ടിവെച്ചാൽ കാറ്റത്തിങ്ങനെ പറക്കുന്നത് പോലെയാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ കൽബിന്റെ സ്വഭാവം. ഇന്നൊന്ന് ഒരാളൊരു കാര്യം പറഞ്ഞു, അത് ഏറ്റവും ഓക്കെ ആക്കി, പിന്നെ തോന്നും അവനിക്ക് ആലോചിക്കുമ്പോൾ അത് അങ്ങനെയല്ലായിരുന്നു വേണ്ടിയിരുന്നത്. തോന്നാറില്ലേ? അല്ലെ? അങ്ങനെ തോന്നാറുണ്ട് എന്റെ പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ ഒരാളൊരു വിഷയം പറഞ്ഞു, നമുക്ക് തോന്നുന്നു എനിക്ക് നാളെ മുതൽ നിസ്കരിക്കണം, പിന്നെ തോന്നും വേണ്ട നാളെ മുതലാക്കാം. തോന്നാറില്ലേ? ഇതാ നമ്മൾ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇങ്ങനെയൊക്കെ എന്റെ പ്രിയമുള്ളവരെ പല ചിന്തയും ബോധവുമാ നമ്മുടെ ഹൃദയത്തിനകത്ത് കൽബിനകത്തുള്ളത്, അല്ലേ? അതുകൊണ്ടാ പറയുന്നത് നമ്മുടെ ചിന്തക്ക് ഇനി നമ്മൾ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നുണ്ട്. ഇബ്ലീസിന്റെ ആ ശർറ് മാറ്റാൻ വേണ്ടിയിട്ട് എന്റെ പ്രിയമുള്ളൊരു മരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് മാറണ്ടേ? മരുന്നുണ്ട് എന്റെ പ്രിയമുള്ളവരെ, മരുന്നുണ്ട്. ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ആ മരുന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്തിട്ട് പിരിയണം. പല മക്കൾക്കും എക്സാം വരികയാണ് അല്ലേ? നമ്മളെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നുണ്ട്. നല്ല മാർക്കോടുകൂടെ പഠിച്ച കാര്യങ്ങൾ അവർക്ക് മറക്കാതെ അവരുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചിട്ട് നല്ല രൂപത്തിൽ അവർക്ക് ഇന്നത്തെ ഓരോ ദിവസത്തെ പരീക്ഷ ഇന്ന് പരീക്ഷ എഴുതിയ കുട്ടികളുണ്ട് അല്ലെ? ഇന്ന് എന്നെ ഒരു പ്രിയപ്പെട്ട എന്റെ ഒരു ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ പരീക്ഷയാണ്, ദുആ ചെയ്യണം. ഞാൻ അവർക്ക് ആ മരുന്ന് പറഞ്ഞു കൊടുത്തു. പരീക്ഷ കഴിഞ്ഞിട്ട് അവൻ എന്നെ വിളിച്ചു, ഉസ്താദെ എല്ലാരും പറയുന്നു ടഫാണെന്ന്, പക്ഷെ എനിക്ക് അൽഹംദുലില്ലാഹ് ഞാൻ നല്ല മാർക്ക് മേടിക്കുന്നു, എനിക്ക് പ്രതീക്ഷ ഉണ്ട്. കേട്ടപ്പോ എന്റെ പ്രിയമുള്ളവരെ വല്ലാത്ത സന്തോഷമായി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ആ മരുന്ന് പറയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് ആമീൻ പറ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് പഠിക്കണം, നമ്മുടെ കുട്ടിക്ക് പഠിക്കണം. വേണ്ടേ? മക്കൾ പരീക്ഷ ആയി കഴിഞ്ഞാൽ നമുക്ക് ബേജാറാ, എന്റെ കുട്ടിക്ക് മാർക്ക് ഉണ്ടാവില്ല. ഇനി പേടിക്കണ്ട, ഇത് മുറുകെ പിടിച്ചോ. ഇൻഷാ അല്ലാഹ് അവസാനം അതുകൂടെ പറയും. ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് മാറാനുള്ള മരുന്നും ഈ മരുന്നും കൂടെ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, എന്താ ഇബ്ലീസിന്റെ ശർറുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ കൽബിന്റെ ആ ഒരു മാറ്റം അല്ലെ? മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മഹാനവറുകൾ പറയുന്ന ഒരു വാക്കിൽ നമുക്ക് കാണാം, എന്റെ പ്രിയമുള്ളവരെ, മഹാനവറുകൾ അവിടുന്ന് പറയുകയാണ്, നിങ്ങളെങ്ങാനും അവിടുന്ന് സ്വതക ചെയ്യാൻ വേണ്ടി കരുതിയാൽ ആ സ്വതക ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, ആ ഏറ്റവും മനോഹരമായ സ്വതക എന്ന് പറയുന്ന ആ പുണ്യமான സൽക്കർമ്മമുണ്ടല്ലോ, അത് ചെയ്യാൻ നിങ്ങൾ മറ്റൊരു സമയത്തേക്ക് ദിവസത്തേക്ക് മാറ്റിവെക്കരുത്. ഉടനെ തന്നെ നിങ്ങൾ ആ കർമ്മം ആ സ്വതക ചെയ്യണമെന്ന് അതാ മഹാനായ സുഫിയാൻ സൗരി തങ്ങൾ പറയുന്നു. എന്റെ പ്രിയമുള്ളവരെ, തീർന്നില്ലല്ലോ. മഹാനവറുകൾ അവിടുന്ന് വീണ്ടും പറയുകയാ, അങ്ങനെ എന്തെല്ലാം നന്മകളാണ് പടച്ചു തമ്പുരാൻ ഇഷ്ടമുള്ള. പടച്ചവനെ ഇൽമ കേൾക്കലാകാം, നന്മ പറഞ്ഞു കൊടുക്കലാകാം, നല്ല ചിന്തകളാകാം, പാപങ്ങളെ സഹായിക്കലാകാം, എങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകളെല്ലാം ചെയ്യാൻ നിങ്ങൾ കരുതുന്നുണ്ടോ? പൊതുപ്രവർത്തനങ്ങളാകട്ടെ, നിസ്കാരങ്ങളാകട്ടെ, നോമ്പെടുക്കലാകട്ടെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തെല്ലാം നന്മകളാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കരുതിയിട്ടുള്ളത്. ആ കരുതുന്ന നന്മകള് അതാ മഹാനവറുകൾ അവിടുന്ന് പറയുകയാ, ഫഅജ്ജിൽ മുളിയഹു മിൻ സാആ. നിങ്ങൾക്ക് ആ പരിശുദ്ധമായ നന്മകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ അതാ ഉടനെ തന്നെ നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കണേ. ആ കൃത്യമായ കരുതിയ സമയമുണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾ ആ സൽക്കർമ്മം, ആ പുണ്യമായ കർമ്മം അവിടുന്ന് ചെയ്യണേ എന്ന് മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ചെയ്യാതെ അശ്രദ്ധരായി നമ്മൾ നിന്നാൽ മിൻ ഖബലി അൻ യുഹൂല ബൈനക വ ബൈനഹു ശൈത്താൻ, നിന്റെയും നിങ്ങൾ ഉദ്ദേശിച്ച ആ കാര്യമുണ്ടല്ലോ, ആ കാര്യത്തിന്റെയും ഇടയിലേക്ക് ഇബ്ലീസ് മറയിടുകയാണ്. പിന്നീട് അത് ചെയ്യണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. സ്വതക ചെയ്യാൻ കരുതിയവന് തോന്നും ഇപ്പൊ സ്വതക കൊടുക്കണ്ട. 1000 കൊടുക്കാൻ കരുതിയവന് തോന്നും ഇപ്പൊ 1000 കൊടുക്കണ്ട, 500 മതി. 10,000 കൊടുക്കാൻ കരുതിയവന് തോന്നുകയാണ്, പടച്ചവനെ എനിക്ക് വലിയ വേറെ വിഷയങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് ഈ 10,000 കൊടുക്കണ്ട, 1000 രൂപയെ ഇതിന്ന് കൊടുക്കേണ്ടതുള്ളൂ എന്നിങ്ങനെ പല പല കാര്യങ്ങൾ പടച്ചവനെ ഇബ്ലീസ് നമ്മുടെ മുമ്പിലേക്ക് തോന്നിപ്പിക്കുന്നതാ. അതുകൊണ്ട് അതിന്റെ മുമ്പ് നിങ്ങൾ എന്ത് കാര്യമാ കരുതിയിട്ടുള്ളത്, ആ കരുതിയ നന്മയതാ നിങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കണേ എന്ന് മഹാനവറുകൾ പഠിപ്പിക്കാൻ. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു പറയാണ്, നിങ്ങൾ സ്വതക്ക കൊടുക്കാൻ ഉദ്ദേശിച്ചോ, അതുപോലെ തന്നെ എന്തെല്ലാം അതുപോലെ തന്നെ മറ്റു നന്മകളുണ്ട്, ഈ നന്മകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ഉദ്ദേശിച്ചോ. അങ്ങനെ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ സമയം നിങ്ങൾ വൈകിപ്പിക്കരുത്, ഉടനെ തന്നെ നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എന്താണ്, ഇബ്ലീസിന്റെ ഒരു പ്രത്യേകമായ മറയുണ്ട്. ആ ഒരു മറ നിങ്ങളുടെ ആ ഒരു ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യത്തിന്റെയും ഇടയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുമില്ല.
പിന്നെ രക്ഷണ്ടോ? പിന്നെ ഇബ്ലീസ് അവിടെ കയറിയിട്ട് അവന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങും. അപ്പൊ ആരെങ്കിലൊക്കെ വന്നിട്ട് പറയും, എന്തിനാടാ മോനെ നീ പള്ളിക്ക് കൊടുക്കുന്നത്? പള്ളിക്കൊന്നും കൊടുക്കണ്ടടാ, പള്ളിക്കൊന്നും കൊടുക്കണ്ട. കാരണം പള്ളിക്കൊക്കെ അല്ലാത്തതിന് ഒരുപാടുണ്ടോ, നീ കൊടുക്കുന്നത് എന്തിനാ? അല്ലെങ്കിൽ പാവങ്ങൾക്ക് കൊടുക്കാൻ, എടാ നീ എന്തിനാടാ കൊടുക്കുന്നത്? ആരെങ്കിലും ഒരുത്തം വന്നിട്ട് പറയും, അവർക്കൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ടില്ല, അവർ തന്നെ എത്ര ജോലി, ആ മകൻ അവിടെയാണ് അല്ലെങ്കിൽ മകൾ ഇവിടെയാണ്, അവർക്ക് അവരൊക്കെ കൊടുക്കും, പിന്നെ എന്തിനാടാ നീ കൊടുക്കുന്നത്? അപ്പോ 10,000 കൊടുക്കാൻ കരുതി, ഇപ്പൊ കൊടുക്കണ്ട, അപ്പൊ ഇത് കൊടുത്താൽ മതി, എന്തെങ്കിലും ചെറിയ സംഖ്യ കൊടുക്കും, അല്ലെങ്കിൽ കൊടുക്കാൻ കരുതി കൊടുക്കൂല. എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ, എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, മകളെ കെട്ടിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് ഈ അടുത്തൊരു എൻ്റെ ഒരു ഉസ്താദ്, എൻ്റെ സുഹൃത്ത് പറയാണ്, മകളെ കെട്ടിക്കാൻ വേണ്ടി മഹല്ലത്തില് അവിടുത്തെ ആളുകൾ പറഞ്ഞത്ര, ഉസ്താദെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു സംഖ്യ കരുതിയിട്ടുണ്ട്, നല്ലൊരു സംഖ്യ കരുതി, ഒരു സമ്പന്നനായ ഒരാള് നിങ്ങളുടെ മകളെ കെട്ടിക്കുകയാണല്ലോ അല്ലെ? ഉസ്താദന്മാരൊക്കെ അവസ്ഥ എന്താ? ഉസ്താദന്മാരുടെ അവസ്ഥ എന്താ? ആ മഹല്ലത്തിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം, ഒരു ദിവസം നോക്ക് നമ്മളൊക്കെ പണിയെടുക്കുന്നത് 1000 അല്ലെ 900, 1000 രൂപയ്ക്ക് 1500 ഒരു ദിവസം പണിയെടുക്കുന്ന ആളുകളാണ്. പക്ഷെ ഒരു ഉസ്താദിന്റെ ശമ്പളം ഒരു ദിവസത്തിൽ വരുന്നത് വല്ല 300, 400, ഏറി വന്ന ഒരു 350 അല്ലെ? ഇവിടെ ആ ഒരു ഉസ്താദിന്റെ ശമ്പളം ഉള്ളത്. എന്നാലോ അവരുടെ ജീവിതത്തിലും ബറക്കത്തുണ്ട്, അവരുടെ ജീവിതത്തിലും ബറക്കത്തുണ്ട് അല്ലെ? അവരങ്ങനെ പണിയെടുത്തു കൊണ്ടേയിരിക്കും അള്ളാഹിന്റെ ദീനിന് വേണ്ടിയിട്ട്. പക്ഷെ അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും എങ്ങനെയാണ് നടത്തുന്നത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹല്ലത്തിൽ ആരെങ്കിലും ഒരാളെ നിശ്ചയിച്ചിട്ടുണ്ടാകും അല്ലെ? അല്ലെങ്കിൽ ആ മഹല്ലത്തുകാരൊക്കെ മക്കളെ കെട്ടിക്കാനുണ്ട്, വീട് പണിയുണ്ട്, ഇതൊക്കെ ഒന്ന് കാണുമ്പോ ആ മഹല്ലത്തിൽ ആരെങ്കിലും ഒരാൾ അള്ളാഹുവെ പടച്ച റബ്ബിന്റെ പ്രീതിയും ആഗ്രഹിച്ചിട്ട് അവരെ സഹായിച്ചു കൊണ്ടിരിക്കും അല്ലേ? അല്ലാഹു തആല അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ടോ. അല്ലാഹു തആല എല്ലാവർക്കും അല്ലാഹു ഖൈർ കൊടുക്കട്ടെ, അല്ലാഹു എല്ലാവർക്കും ഖൈർ കൊടുക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ആ ഉസ്താദിന്റെ അടുത്ത് പറയാം, അങ്ങനെ ഒരു സമ്പന്നനായ ഒരാൾ അങ്ങനെ പറഞ്ഞു. പിന്നീട് പിന്നെ കല്യാണമൊക്കെ ആയിട്ടും ഈ പറഞ്ഞ ആള് 10 പൈസ കൊടുക്കുന്നില്ല, ഒന്നും കൊടുത്തില്ല അത്ര. അപ്പോ വേറൊരാള് വന്നിട്ട് അവിടുന്ന് പറയാത്രേ, ഉസ്താദെ നിങ്ങൾക്കൊക്കെ കല്യാണമൊക്കെ ആയപ്പോ ഒരുപാട് ആളുകൾ ഒരുപാട് പൈസ തന്നില്ലേ, നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലെ? അപ്പൊ ഈ വ്യക്തിയുടെ, ഞാൻ പേര് പറഞ്ഞില്ല, ഈ വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞിട്ട് പറയാത്തരെ, അയാള് പറഞ്ഞു, നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് തരണം, നിങ്ങൾക്ക് കുറച്ച് പൈസ തരണമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ എന്താ ചെയ്ത് അത് കൊടുത്ത് നിങ്ങൾക്ക് തരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് വേറെയും കിട്ടുന്നുണ്ടല്ലോ, അതോടെ തരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പാവം അല്ലേ? അല്ലാഹു തആല നന്മ കൊടുക്കട്ടെ, എല്ലാവർക്കും അല്ലാഹു നല്ലത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും അല്ലാഹു തആല കൊടുക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒരു സഹോദരി 29 വയസ്സായി, കല്യാണം ശരിയാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല മഹാന്മാരെ ബറക്കത്ത് കൊണ്ട്, അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അനുയോജ്യമായ ഒരു വരൻ അല്ലാഹു തആല കാണിച്ചു കൊടുക്കട്ടെ അല്ലേ? അല്ലാഹു തആല കാണിച്ചു കൊടുക്കട്ടെ. 11 വർഷമായിട്ട് മക്കളില്ല, ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് അല്ലാഹു തആല അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല പരിശുദ്ധമായ ഈ മജ്‌ലിസിന്റെ ഹഖ്ഖ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല എത്രയും പെട്ടെന്ന് സന്താന സൗഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഏതൊരു നന്മയാ നമ്മൾ ചെയ്യാൻ വേണ്ടി കരുതിയിട്ടുള്ളത്, ആ നന്മ ഉടനെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിലാ ബർക്കത്തുള്ളത്. നാളെ ഞാൻ ചെയ്യും നാളേക്കെന്നുള്ള ചിന്തയുണ്ടല്ലോ, ആ ചിന്തയോട് കൂടെ നമ്മൾ അതിനെ മാറ്റിവെക്കരുത്. അങ്ങനെ നമ്മൾ മാറ്റിവെച്ചാൽ അതിനിടയിലേക്ക് ഇബ്ലീസിന്റെ വലിയൊരു ശർറിറങ്ങുകയാണ്. അവന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് അതൊരു വല്ലാത്ത മറയായി മാറുകയാണ്. നിന്റെയും നീ ചെയ്യാൻ കരുതിയ പ്രവർത്തനമുണ്ടല്ലോ, ആ പ്രവർത്തനത്തിന്റെ ഇടയിലേക്ക് ഇബ്ലീസ് മറയിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ആ നന്മ നിനക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് അതാ മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഇബ്ലീസിന്റെ എല്ലാ ശർറിൽ നിന്ന് നമുക്ക് മാറാൻ കഴിയണല്ലോ. അല്ലാഹുവേ പടച്ചവനെ, അങ്ങനെ ജീവിതത്തിൽ നമുക്ക് നന്മകൾ കൊണ്ടുവരണല്ലോ. അല്ലാഹനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ബോധമുണ്ടല്ലോ, അല്ലാഹനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടല്ലോ. ആ ഓർമ്മയും ബോധവും പക്വതയും എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും പടച്ചു തമ്പുരാന്റെ മുമ്പിൽ ഏത് സമയത്തും നമ്മൾ ദുആ ചെയ്യണല്ലോ. അതാ പടച്ചവനെ അങ്ങനെ കടന്നു വന്നാൽ ഹൃദയത്തിനകത്തു നിന്നുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും
മാഞ്ഞിട്ട് അല്ല എന്ന് പറയുന്ന ഏറ്റവും വലിയ അമൂല്യമായ നിധിയുണ്ടല്ലോ പടച്ചവനെ, ആ ചിന്തയും ബോധവും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോ അതാ ദുനിയാവ് മാത്രമല്ലടോ നമുക്കുള്ളത്, ആഖിറത്തിലുള്ള പ്രതിഫലം മാത്രമല്ലടോ നമുക്കുള്ളത്. ഈ ദുനിയാവും പടച്ച തമ്പുരാൻ നമ്മുടെ കൂടെ പോരുന്നുണ്ട്. അള്ളാനെ കരുതി കൊണ്ട് പടച്ചുറപ്പിന്റെ പ്രീതി ആഗ്രഹിച്ച് നടന്നാൽ എങ്ങനെയാ? അള്ളാഹുവിന്റെ പ്രത്യേകമായ നോട്ടമുണ്ടല്ലോ, ആ നോട്ടം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് അതാ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ ഒരിക്കലൊരു ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. മോനെ, നിനക്ക് 2 സ്വർഗമുണ്ടടാ പരലോകത്ത്. അല്ലാഹു തആല നിനക്ക് 2 സ്വർഗമാ വാഗ്ദാനം നൽകിയിട്ടുള്ളത്. നിനക്ക് ഈ ചെയ്ത നന്മയുടെ പേരില്, നീ ചെയ്ത നന്മയുടെ പേരില് നിനക്ക് അല്ലാഹു തആല ഒരു സ്വർഗമല്ല തരുന്നത്, നിനക്ക് അല്ലാഹു തആല 2 സ്വർഗം തരുന്നുണ്ടെന്ന് അതാ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഇരുന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ. പടച്ചവനെ, എന്തുകൊണ്ടെന്നറിയോ? ഉമർ തങ്ങൾക്ക് ആ ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു, വല്ലാത്ത സ്നേഹമായിരുന്നു. എന്തേ ഇഷ്ടപ്പെടാനുള്ള കാര്യമെന്നറിയോ? ഈ ചെറുപ്പക്കാരൻ ഏത് സമയത്തും പടച്ചവനെ പള്ളിയിൽ കടന്നു വരുന്നവനാണ്. ഉമർ തങ്ങളെയും തിരിച്ചും അങ്ങനെ തന്നെയോ, വല്ലാത്ത സ്നേഹമാ. അള്ളാന്റെ പള്ളിയിലേക്ക് കടന്നു വന്നിട്ടോ 5 വക്തും തഖ്വയോടുകൂടെ പടച്ചുറപ്പിനെ മുൻനിർത്തി കൊണ്ട് ദുആ ചെയ്തിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവേ നിസ്കരിക്കുന്ന ചെറുപ്പക്കാരനാണ്. അതാ ഉമർ തങ്ങൾ ആ ചെറുപ്പക്കാരനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. ആ ചെറുപ്പക്കാരന് എന്തുകൊണ്ടാ എൻ്റെ പ്രിയമുള്ളവരെ ചെറുപ്രായത്തിൽ തന്നെ ലോകത്തോട് വിട പറഞ്ഞതെന്നറിയോ? അതാ പടച്ചവനെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ ഒരിക്കൽ അവിടെ നിന്ന് പടച്ചവനെ നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ വാപ്പ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. വല്ലാതെ സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. എന്തേ കാര്യമെന്ന് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട വാപ്പ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട മോനുണ്ടല്ലോ, ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് തങ്ങളെ ഈ പള്ളിയിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആ സമയത്ത് വല്ലാത്ത സുന്ദരനായ, കാണാൻ അഴകുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാ. ഈ പൊന്നുമോന്റെ കൂടെ യഥാ ഇവിടെ നിന്നൊരു പെണ്ണ് കൂടിയത്രേ. വഴിയരികിൽ വെച്ചിട്ട് പടച്ചവനെ, ഈ പെണ്ണെന്നും ഇവനെങ്ങനെ നോക്കുകയാണ്. അന്നത്തെ ദിവസം പാതിരാ സമയത്ത് ആരും കാണില്ല എന്ന് കരുതിയിട്ട് അതാ ഈ പെണ്ണ് ഓടി വരികയാണ്. എന്റെ പൊന്നുമോന്റെ ദേഹത്തേക്ക്, മാറിടത്തിലേക്ക് പടച്ചവനെ ചേർത്ത് പിടിക്കുകയാ. കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു, മോനെ, നിന്നെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുകയാ, നിന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. നീ എന്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരുമോ? എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്, ഒരു രാത്രിയെങ്കിലും നിന്റെ കൂടെ ഒന്ന് കിടക്കാൻ. നിന്റെ സൗന്ദര്യം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ്, എന്നെ വല്ലാതെ താല്പര്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണമെന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ അതാ ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ ഇങ്ങനെ അവിടുന്ന് ആഞ്ഞു പിടിച്ചിരിക്കുകയാ. തന്റെ മാറിടത്തിലേക്ക് ആ ചെറുപ്പക്കാരന്റെ ശരീരം ചേർത്ത് വെച്ചിട്ട് ഈ പെണ്ണവിടെന്ന് പറയുമ്പോ പടച്ചവനെ തരിച്ചുകൊണ്ട് കൈകാലുകൾ വിറച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നിൽക്കുകയാ. അവിടെന്ന് പറയുന്നു, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ ഭയക്കുന്നു പെണ്ണേ, എന്റെ ശരീരത്തെ ഒന്ന് നീ വിടുമോ? എന്റെ ശരീരത്തെ ഒന്ന് നീ വിടുമോ?
പടച്ചവനെ പേടിച്ച് വിറച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ താഴെ വീഴുകയാണ്. ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് താഴേക്ക് വേഗം വീഴുകയാണ്. അല്ലാഹുവേ, പേടിച്ച് വിറച്ചുകൊണ്ട് താഴെ കിടക്കുന്ന ചെറുപ്പക്കാരനെ നോക്കിയിട്ട് അതാ പെണ്ണ് ഓടുകയാ. അവളിത് കണ്ടിട്ട് വല്ലാതെ ഭയപ്പെട്ടു പോവുകയാണ്. അവൾ ആ സ്ഥലത്ത് നിന്ന് ഓടി മറയുകയാണ്. പടച്ചവനെ, ചരിത്രം പറയുകയാണ്, ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ ബോധം കെട്ടുകൊണ്ട് താഴെ വീഴുകയാണ്. അതുവഴി കടന്നു വന്ന ആരോ എടുത്തിട്ട് ഈ ചെറുപ്പക്കാരനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാ. പടച്ചവനെ, വീട്ടിലെത്തിയിട്ട് ബോധം തെളിയുമ്പോ അല്ലാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ പിതാവിന്റെ കയ്യെ പിടിച്ചിട്ട് പറയുന്നു, വാപ്പാ എനിക്ക് സ്വർഗമുണ്ടോ വാപ്പാ. പടച്ചവനെ, സ്വന്തം പ്രിയപ്പെട്ട വാപ്പാന്റെ കയ്യെ പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ അതാ വാപ്പ ചോദിക്കുന്നു, മോനെ എന്ത് പറ്റിയടാ നിനക്കെന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവേ, പ്രിയപ്പെട്ട പൊന്നുമോന് പറയുന്നു, വാപ്പാ എന്റെ ഒരു പെണ്ണ് വന്ന് കയറി പിടിച്ചു വാപ്പാ. എന്റെ കൈകാലുകൾ തളർന്നു പോയി വാപ്പാ. എനിക്ക് അല്ലാഹുവിനെ ഓർമ്മ വന്നു വാപ്പാ. എനിക്ക് അല്ലാഹുവിന്റെ നരകത്തിന്റെ അദാബിനെ ഓർമ്മ വന്നു അല്ലാ. അതുകൊണ്ട് ഞാനത് വിസമ്മതിച്ചുകൊണ്ട് കടന്നു വരികയാണ് വാപ്പാ. പടച്ചവനെ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറയുകയാ, അല്ലാഹുവേ, പ്രിയപ്പെട്ട വാപ്പയോട് പറയുന്നു, വാപ്പാ ഞാൻ അങ്ങോട്ടും നിന്നും പോയിട്ടില്ല, ഞാൻ അങ്ങോട്ട് ഒന്നിനും പോയിട്ടില്ല വാപ്പാ. പക്ഷെ ആ പെണ്ണെന്നെ കയറി പിടിച്ചതാ വാപ്പാ. പക്ഷെ എനിക്ക് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗലോകമുണ്ടോ? ഞാൻ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയപ്പെടുമോ എന്നെന്ന് ചോദിക്കുമോ വാപ്പാ? ഉമർ തങ്ങളുടെ മുമ്പിലേക്കൊന്ന് ചൊല്ലുമോ? ഉമർ തങ്ങളോടൊന്ന് ചോദിക്കുമോ, ഞാൻ തൗബ ചെയ്തിട്ട് മടങ്ങണ്ടയോ? എനിക്ക് അല്ലാഹു പുറത്തു തരില്ലേ? എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് വാപ്പാ എന്നു പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനെ ഈ ചെറുപ്പക്കാരൻ കിടക്കുകയാ. അതാ തന്റെ പ്രിയപ്പെട്ട വാപ്പയതാ അതാ ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് ഓടുകയാണ്. തങ്ങളെ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ ഉമർ തങ്ങൾ പറയുന്നവനോട് വിഷമിക്കണ്ടെന്ന് പറയണേ. കാരണം അവന് തെറ്റുകാരനല്ലല്ലോ, അവൻ തെറ്റ് ചെയ്തവനല്ലല്ലോ. അവന്റെ ദേഹത്തേക്ക് കടന്നു വന്നുകൊണ്ട് ഇങ്ങോട്ട് കയറി പിടിച്ചതല്ലേ. പിന്നെ എന്തിനാ അവൻ ഭയപ്പെടുന്നത്? പിന്നെ എന്തിനാ അവന് കരയുന്നത്? പിന്നെ എന്തിനാ അവന് സങ്കടപ്പെടുന്നത്? അതുകൊണ്ട് വേണ്ടയെന്നു പറയണമെന്ന് പറയുമ്പോ പടച്ചവനെ, ഈ ചെറുപ്പക്കാരന്റെ മുമ്പിലേക്ക് അതാ വാപ്പ സന്തോഷത്തോടു കൂടെ ഓടുകയാ. മോനെ സമാധാനത്തോടെ കിടക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുമ്പോ അല്ലാഹുവേ, ആ വാപ്പ വീടിന്റെ ഉള്ളറയിലേക്ക് കടന്നു ചൊല്ലുമ്പോ അവിടുന്ന് കാണുന്ന കാഴ്ച എന്തെന്നറിയോ? അവിടുന്ന് ആലോചിച്ചിട്ട്, നരകത്തെ കുറിച്ച് ആലോചിച്ചിട്ട്, അല്ലാഹുവിനെ കുറിച്ച് ആലോചിച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചു പോയിരിക്കുകയാ. ഹൃദയം പൊട്ടിയിട്ട് മരിച്ചു പോയടാ ചെറുപ്പക്കാരാ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഒന്ന് മനസ്സിലാക്കി നോക്ക്. ഇത് അല്ലാഹുവിനെ സ്നേഹിച്ചതാണ്, ഇത് അല്ലാഹുവിനെ സ്നേഹിച്ചതാ. അല്ലാഹുവിന്റെ അദാബിനെ അവിടുന്ന് വല്ലാതെ പേടിച്ചു പോയ ചരിത്രവാ പ്രിയമുള്ളവരെ. അല്ലാഹുവേ, ഇന്ന് നമുക്ക് ഹറാമ് കാണുന്നതിന് പ്രശ്നമല്ലടോ, ഹറാമ് കേൾക്കുന്നതിന് പ്രശ്നമല്ലടോ, അന്യ പെണ്ണിന്റെ കയ്യും പിടിച്ചിട്ട് ചുക്കും ചൂരും അറിഞ്ഞിട്ട് നടക്കാൻ പ്രശ്നമല്ലടോ. പടച്ചവനെ, എവിടേക്കോ കിടക്കുന്ന ചെറുപ്പക്കാരന്റെ കൂടെ കറങ്ങി നടക്കാൻ പ്രശ്നമല്ലടോ. അല്ലാഹുവേ, ഇന്ന് കല്യാണങ്ങളൊക്കെ എന്ന് എടുത്തു നോക്ക്. പടച്ചവനെ, നിശ്ചയം കഴിഞ്ഞിട്ടേയുള്ളൂ, കാണാന് വന്നിട്ടേയുള്ളൂ, നിക്കാഹ് പോലും കഴിഞ്ഞിട്ടില്ലടോ. അതിന്റെ മുമ്പ് തന്നെ പെണ്ണിന്റെ കയ്യം പിടിച്ചിട്ട് തന്റെ മാരടത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് പടച്ചവനെ ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോ എടുക്കാൻ കടന്നു പോകുന്ന പടച്ചവനെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളെയുമാ കാണുന്നത്. പെണ്ണെ, നിനക്ക് അവന് ഹലാലാക്കുന്നത് എപ്പോഴാണെന്നറിയോ? മോളെ,
നിനക്കവന് ഹലാലാകുന്നത് എപ്പോഴാ? ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യ എന്ന് പറയണമെങ്കിൽ, നിന്റേതാണെന്ന് പറയണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച നിക്കാഹ് ബന്ധമുണ്ടല്ലോ. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാപ്പ, എന്റെ മകളെ ഇതാ നിനക്ക് ഞാൻ തന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് സാക്ഷികളെ നിർത്തിയിട്ട് നിക്കാഹിലൂടെ നിനക്ക് തരണടോ. അല്ലാതെ അതിന്റെ മുമ്പ് തന്നെ പെണ്ണിന്റെ കയ്യം പിടിച്ചിട്ട് വീഡിയോയും ഫോട്ടോയും എടുത്തിട്ട് നിക്കാഹിന്റെ മുമ്പ് തന്നെ പടച്ചവനെ പലയിടങ്ങളിലൂടെ കറങ്ങാൻ പോകുന്ന ചെറുപ്പക്കാരോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലണ്ടടാ. ഈ ദീനെന്ന് പറഞ്ഞ സാഹചര്യത്തിനനുസരിച്ച് മാറ്റാനുള്ളതല്ല, കാലഘട്ടത്തിനനുസരിച്ച് മാറ്റാനുള്ളതല്ല. പടച്ചവനെ, പല ആളുകളും പറയുമല്ലോ, പല മതങ്ങൾക്കും മാറ്റം വന്നിട്ടുണ്ട്, പല ആളുകൾക്കും മാറ്റം വന്നിട്ടുണ്ട്, ഈ ദീനിനാ മാറ്റം വരാത്തത് എന്ന് പറയുന്ന മോനെ, മനസ്സിലാക്കിക്കോ, ഇന്നല്ലെങ്കിൽ നാളെ അസ്റായീൽ എന്റെയും നിങ്ങളുടെയും മുമ്പിലേക്ക് കടന്നു വരുമല്ലോ. അസ്റായീൽ വന്ന മോനെ നിന്നെ കൊണ്ടുപോകട്ടെ എന്ന് സമ്മതം ചോദിച്ചിട്ടല്ല കൊണ്ടുപോകുന്നത്. മോനെ, ഞാനിതാ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടല്ലടാ നിന്റെ വീട്ടിലേക്ക് വരുന്നത്. പടച്ചവനെ, ഏതു സമയത്തും ഏത് രൂപത്തിലും എങ്ങനെയും മരണം നിന്റെ മുമ്പിലേക്ക്, എന്റെ മുമ്പിലേക്ക് കടന്നു വരുമല്ലോ. ആ ഓർമ്മ എനിക്കും നിങ്ങൾക്കും വേണമല്ലോ. ആ ഓർമ്മ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാ പടച്ചവനെ നമ്മുടെ ഇരുലോകം മുഴുവനും നഷ്ടപ്പെടുന്നതടാ. പൊന്നുമ്മ, ഞാനൊന്ന് ചോദിക്കട്ടെ, അല്ലാഹുവേ, ഹറാമായിട്ട് പടച്ചവനെ അങ്ങോട്ട് പോയിട്ടല്ലടാ, ഇങ്ങോട്ട് കടന്നു വന്നിട്ടൊരു പെണ്ണ് വന്നിട്ട് ഈ സ്വഹാബിയുടെ ദേഹത്തേക്ക് പിടിച്ചപ്പോ, ഈ ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ പിടിച്ചിട്ട് നിന്നെ ഞാൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞപ്പോ കരഞ്ഞു പോയടാ. അവിടുന്ന് കരഞ്ഞു പോയി പെങ്ങള്, ഹൃദയം പൊട്ടി ലോകത്തോട് വിട പറയുകയാ. കണ്ണീരോടെ അല്ലാതെ ഈ സംഭവം നമുക്ക് കേൾക്കാൻ കഴിയുമോ? പടച്ചവനെ, ഹറാമ് കാണുന്നതിന് നമുക്ക് പ്രശ്നമല്ല, ഹറാമ് കേൾക്കുന്നതിന് നമുക്ക് പ്രശ്നമല്ല. പടച്ചവനെ, നിക്കാഹ് പോലും കഴിയാത്ത പടച്ചവനെ പെണ്ണിന്റെ ചെറുക്കം വന്ന് വിളിക്കുമ്പത്തേക്ക് അവന്റെ കൂടെ എങ്ങോട്ടും വിടുന്ന ചെറുപ്പക്കാരായ വാപ്പമാർ, പടച്ചവനെ തലമുറയുടെ ഉമ്മമാരും വാപ്പമാരും മനസ്സിലാക്കിക്കോ, വ്യഭിചാരത്തിന് മക്കൾക്ക് നീ കൂട്ടു നിൽക്കുകയാണ്, വ്യഭിചാരത്തിന് വേണ്ടി മക്കൾക്ക് നീ കൂട്ടു നിൽക്കുകയാണ്. ഈ കാര്യം നീ അറിയാതെ പോയാ നീ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടടാ, നീ നോമ്പെടുത്തിട്ട് കാര്യമുണ്ടോ പെണ്ണേ? നിന്റെ മക്കളെ നിനക്ക് വേണ്ട രൂപത്തിൽ പടച്ചുറപ്പിന്റെ വഴി നടത്താൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, അല്ലാഹു തആല പറഞ്ഞ രൂപത്തിൽ നിനക്ക് നടത്താൻ കഴിയുന്നില്ലെങ്കിൽ, ദീനിൽ അടിയുറച്ചിട്ട് നിർത്താൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, എന്തിനാടാ ദുനിയാവിൽ ജീവിക്കുന്നത്? മുസ്ലിം എന്നും പറഞ്ഞിട്ട് വെറുതെ നടക്കുന്നത് എന്തിനാ? ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തില് അല്ലാഹനെ മറന്ന നമ്മുടെ ഇരുലോകം നഷ്ടപ്പെടുമെന്ന് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളെ നിന്നെ മറക്കുന്ന അവസരങ്ങൾ സാഹചര്യങ്ങൾ തന്ന് ഞങ്ങൾ ഒരാളെയും നീ പരീക്ഷിക്കല്ലേ അല്ലാ. പ്രിയമുള്ളവരെ, അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഈ ചെറുപ്പക്കാരനായ സ്വഹാബി മനുഷ്യൻ പള്ളിയിൽ നിന്ന് ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഉമർ തങ്ങൾ നിന്ന് ജമാഅത്തായി നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് കടന്നു പോകാൻ. എടാ, ഒന്നോ രണ്ടോ വക്തിനും അല്ല പള്ളിയിലേക്ക് വരിക, 5 വക്തിനും പള്ളിയിലേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാരനാ. എന്റെ പ്രിയമുള്ളവരെ, പള്ളിയിലേക്ക് കടന്നു വന്നു. അവിടുന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ നിസ്കരിച്ചു. വീട്ടിലേക്ക് കടന്നു പോകും വഴിയില് ആരും കാണാത്തൊരു സ്ഥലത്തെത്തിയപ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ഒരു പെണ്ണ് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്നെ നീ ഒന്ന് സുഖിപ്പിക്കും, എന്നിലേക്കൊന്ന് കടന്നു പോവാൻ ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ബോധം കിട്ട് താഴെ വീണു. ജനങ്ങൾ ആരൊക്കെ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ടു. പടച്ചവൻ അവിടെ ചെന്നിട്ടും പൊട്ടിക്കരയാ. ഉമർ തങ്ങളോടൊന്ന് ചോദിക്കണേ വാപ്പാ, എനിക്ക് തോബയുണ്ടോ? എനിക്ക് തോബയുണ്ട്, അല്ലാഹ് എന്റെ തോബ സ്വീകരിക്കോ? ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ ഇതിന് ഹിസാബിനെ പറയേണ്ടി വരുമോ? ഞാൻ ഭയക്കുന്നു അല്ലാഹ്. പടച്ചവനെ, വാപ്പ വന്ന് നോക്കിയപ്പോ ഇതെല്ലാം ആലോചിച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ, ഈ പ്രിയപ്പെട്ട പൊന്നുമോൻ അവിടെ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്.
ആലോചിച്ചൊക്കെ നിങ്ങൾ, നമ്മളൊക്കെ എത്ര ഹറാമ് കണ്ടിട്ടുണ്ടടാ, ഹറാമ് കേട്ടിട്ടുണ്ട്. പടച്ചവനെ, ഇന്ന് നമ്മുടെ മക്കളൊക്കെ ഹറാമിന് വേണ്ടി ഒരു വിഷയല്ല നമ്മളങ്ങട്ട് വിടുക. നിക്കാഹ് പോലും കഴിയാത്ത പെൺകുട്ടികൾ, പടച്ചുറബേ, കാണാൻ വന്നിട്ടേ ഉള്ളൂ, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതിന്റെ മുമ്പ് ഫോട്ടോ എടുക്കാനും അവൻ്റെതാകുന്നതേ ഉള്ളൂ. ആകണമെങ്കിൽ നിക്കാഹ് കഴിയണം. നിക്കാഹ് കഴിയാതെ എങ്ങനെ അവൻ്റെതാകുന്നത്? എന്റെ പ്രിയമുള്ളവരെ, അതുപോലും ചിന്തിക്കാൻ കഴിയാത്ത വാപ്പമാരാണ്, ഉമ്മമാരാണ് എന്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ തലമുറയിൽ നമ്മുടെ മുമ്പിലൊക്കെ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അവരുടെ അവസ്ഥ. അവർക്ക് വല്ല ബോധമുണ്ടോ? നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ നമ്മുടെ മക്കൾ നമ്മുടെ ബേക്കിന്ന് വിളിക്കൂലേ, എന്നെ ഹറാമിന് വേണ്ടി എന്റെ വീട്ടിൽ നിന്ന് വിട്ടത് എന്റെ ഉമ്മയാ, എന്റെ ബാപ്പയാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ ബാക്കിൽ നിന്ന് വലിക്കും. എന്റെ പ്രിയമുള്ളവരെ, ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളത്? ആരാലോചിക്കുന്നു അല്ലേ? അല്ലാഹുവേ, പടച്ചവനെ, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. പടച്ചവൻ അല്ലാഹു തആല നമുക്ക് എല്ലാവിധ ബോധവും അല്ലാഹു തആല നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ജീവിതം അങ്ങനെയാ. അതുകൊണ്ട് ഒരു പെണ്ണിന്റെ ജീവിതം, ഒരു പെണ്ണിനെ കണ്ട് മറ്റു ഹറാമുകളുടെ കൂട്ടത്തിലേക്ക് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ചിന്തയെ, നമ്മുടെ മക്കളെ നമ്മൾ കടത്തി വിടരുത്. അതിന്റെ സാഹചര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് മുമ്പിൽ ഇന്ന് ഒരുപാടാണ്. പഴയ കാലത്തെ പോലെയല്ല ഇപ്പോ. എല്ലാ തെറ്റിനുള്ള സാഹചര്യങ്ങൾ, സൗകര്യങ്ങൾ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് മുമ്പിലുണ്ട്. ഹറാം ഏത്, ഹലാൽ ഏതെന്ന് തിരിച്ച് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾ ചിന്തിക്കുന്ന പോലുമില്ല. അവർക്ക് എന്താണോ അവരുടെ മുമ്പിൽ വരുന്നത് അത് അവർക്ക് ശരിയാ. ആര് തന്നെ അതിനെ എതിർത്ത് പറഞ്ഞാലും പറഞ്ഞവൻ കുറ്റക്കാരനാ. വാപ്പ പറഞ്ഞ വാപ്പ കുറ്റക്കാരനാ, ഉമ്മ പറഞ്ഞ ഉമ്മ കുറ്റക്കാരനാ. എന്റെ പ്രിയമുള്ളവർ, ഇന്ന് വ്യഭിചരിക്കുന്നത് പോലും തെറ്റല്ലാത്ത കാലഘട്ടത്തിലാ ഉള്ളത്. പച്ച ഹറാമ് കാണിച്ചിട്ട് അതിനെ ന്യായീകരിക്കുന്ന കാലഘട്ടത്തിലാ ഉള്ളത്. പടച്ച റബ്ബേ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതാ നമ്മുടെ കാലഘട്ടം. എന്നിട്ട് പോലും എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു എന്നുള്ളൊരു ബോധം, ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ടില്ല എങ്കിൽ കാലഘട്ടത്തിൽ ഹറാമിന്റെ പേക്കൂത്തുകൾ നടക്കുന്നതും എന്റെ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാനാണ്. അങ്ങനെ ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടോ. അവസാന കാലഘട്ടമാകും വ്യഭിചാരം അധികരിക്കും. ഇന്ന് ക്യാമ്പസുകളിലൊക്കെ പഠിക്കുന്ന എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഒരുപാട് സ്റ്റുഡൻസുകൾ ക്യാമ്പസിൽ പഠിക്കുന്ന മക്കളുണ്ട്. അവരൊക്കെ പറയാറുണ്ട്, ഉസ്താദേ, ക്ലാസ്സുകളിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ, കോളേജിന്റെ വരാന്തരങ്ങളിലൂടെ നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ പടച്ച റബ്ബേ കേട്ടാൽ കണ്ണ് നിറഞ്ഞു പോകും. എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത്, നമ്മളൊക്കെ നോക്കുന്ന പഠിക്കുന്ന കോളേജുകളിൽ, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയോട് ഒരാൺകുട്ടി മിണ്ടിക്കഴിഞ്ഞാൽ പടച്ചവനെ വല്ലാത്തൊരു കംപ്ലൈന്റാ. അവൾക്ക് പേടിയാ, അവനിക്ക് പേടിയാ. പടച്ച റബ്ബേ, ഇന്നത് പ്രശ്നമല്ലടോ, മുണ്ടിയിട്ടില്ലെങ്കിൽ അവനാ കുറ്റക്കാരൻ. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ മിണ്ടിയിട്ടില്ലെങ്കിൽ അവന് പൊട്ടനായെന്നാ സമൂഹം പറയാം. മനസ്സിലായോ? അവനിക്ക് എന്തോ പ്രശ്നമുണ്ട്. അള്ളാഹു ബോധം നൽകട്ടെ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് അതിന് വേണ്ടിയുള്ള തർബിയത്ത് നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ നാളെ അള്ളാന്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോകും. അള്ളാഹു ബോധം നൽകട്ടെ. അള്ളാഹു തആല ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവർ, ഇന്ന് ഹറാമ് കാണുന്നത്, പടച്ച റബ്ബേ, അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നത്, അതാ പടച്ചവനെ, ഇന്നൊരു കാര്യമല്ലാത്ത, ഒരു പ്രശ്നമല്ലാത്ത കാലഘട്ടമാണല്ലോ. അല്ലാഹുവേ, ഔറത്ത് കാട്ടി നടക്കാൻ ഇന്ന് പെണ്ണുങ്ങൾക്കും മടിയില്ല. പടച്ചവനെ, ശരീരത്തിന്റെ ഔറത്തായ സ്ഥലങ്ങൾ കാട്ടി നടക്കാൻ ഇന്ന് പുരുഷന്മാർക്കും നാണമില്ലല്ലോ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അന്യ പെണ്ണിന്റെ, അന്യ പുരുഷന്റെ ഔറത്തിലേക്ക് നോക്കിയിട്ട് അവിടുന്ന് ആസ്വാദനം നടത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കുമല്ലോ. പടച്ച റബ്ബ് ദുനിയാവും ആഖിറവും നമുക്ക് നഷ്ടപ്പെടുത്തുമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാം. അല്ലാഹുവേ, ഹറാമായിട്ട് നമ്മൾ അന്യരുടെ ഔറത്തിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണോ? മനസ്സുകൊണ്ട് സുഖമെടുക്കുന്ന ആളുകളാണോ? എന്നാ പടച്ചു തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും നൽകുന്ന ശിക്ഷ എന്താണെന്നറിയോ? അതാ നമ്മളെല്ലാവരും ദുആ ചെയ്യാൻ പറയാറുണ്ട്. ഉസ്താദേ, ഒന്ന് ദുആ ചെയ്യണേ. പല കാര്യങ്ങൾ പറയും, അതിന്റെ ഇടയിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഉസ്താദേ, അവസാനം ആക്കിബത്ത് നന്നാവാനൊന്ന് ദുആ ചെയ്യണേ, ആക്കിബത്ത് നന്നാവാനൊന്ന് ദുആ ചെയ്യണേ. അങ്ങനെ പറയുന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പമാര്, ഉമ്മമാര് മനസ്സിലാക്കി
മനസ്സിലാക്കിക്കോ. അന്യ പെണ്ണിന്റെ ഔറത്തിലേക്ക് നോക്കിയാൽ, അന്യ ചെറുപ്പക്കാരന്റെ ഔറത്തിലേക്ക് നോക്കിയിട്ട് നീ ആസ്വാദനം നടത്തിയ മോനെ, നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നല്ല മരണം തരൂലടാ. നീ ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല, നിസ്കരിച്ചിട്ട് കാര്യമില്ല, നന്മകൾ ചെയ്തിട്ട് കാര്യമില്ല. അല്ലാഹു തആല നിന്റെ ആഖിബത്ത് അല്ലാഹു മോശമാക്കുമെന്ന് അതാ പടച്ചവനെ അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതാ ഒരു മഹാനായ മനുഷ്യന്, എന്റെ പ്രിയമുള്ളവരെ, കഅബാലയത്തിന്റെ ചാരത്ത് നിൽക്കുകയാ. കഅബയുടെ ചാരത്ത് നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരനായ പടച്ചവനെ ഒരു മനുഷ്യൻ ഇരുന്നിട്ട് ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുവേ, എന്റെ സഹോദരങ്ങളുടെ അവസ്ഥ എനിക്ക് നീ വരുത്തല്ല അല്ലാ. എടോ, കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയോ, എന്റെ സഹോദരങ്ങളുടെ അവസ്ഥ നീ എനിക്ക് തരല്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ അതാ ഈ മഹാനായ മനുഷ്യൻ ഇതിങ്ങനെ കാണുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ നോക്കുകയാണ്, പടച്ചവനെ, ഈ ചെറുപ്പക്കാരൻ എന്താ ഇങ്ങനെ ദുആ ചെയ്യുന്നത്, ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥന നടത്തുന്നത്, എന്താ കാര്യമെന്നറിയാൻ ഇദ്ദേഹത്തിന് വല്ലാത്ത താല്പര്യമാവുകയാണ്. ആ മനുഷ്യനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, നിങ്ങളെ ഞാൻ കുറച്ചു നേരമാ ശ്രദ്ധിക്കുന്നു, എന്താ നിങ്ങൾക്ക് സംഭവിച്ചതോ, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് എന്താ സംഭവിച്ചിട്ടുള്ളത്, ഒന്ന് നിങ്ങൾ പറയണമെന്ന് പറയുമ്പോ പടച്ചവനെ ആ ചെറുപ്പക്കാരൻ അവിടുന്ന് പറയുകയാണ്, ഞാനിങ്ങനെ ദുആ ചെയ്യാനുള്ള കാര്യം എന്തെന്നറിയോ, ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുനിയാവിൽ നിന്ന് വെച്ചിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് ദുആ ചെയ്യാനുള്ള കാര്യം എന്തോ, എനിക്ക് രണ്ട് ജ്യേഷ്ഠന്മാരുണ്ട്, അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ മരണസമയം എന്നെ വല്ലാതെ വേദനിപ്പിച്ചിരിക്കുകയാണ്. പടച്ചവനെ, അവിടെ ജോലി എന്താണെന്നറിയോ, അല്ലാഹുവേ, എന്റെ നാട്ടിലൊരു പള്ളിയുണ്ട്, ആ പള്ളിക്കകത്ത് 5 നേരവും പടച്ചുറപ്പിന് വേണ്ടിയിട്ട് ബാങ്ക് വിളിക്കുന്നവരാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പടച്ചവനെ, പടച്ചുറപ്പിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന 2 പേരാണല്ലോ. ആ 2 പേരും പടച്ചവനെ അല്ലാഹുവേ, അവരുടെ മരണസമയം വല്ലാത്ത ഭയാനകമാണ്. മോനെ, ഒരു ബാങ്ക് വിളിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ ഇങ്ങനെ ബാങ്ക് വിളിക്കുമ്പോ അവന്റെ ശബ്ദം ഏതുവരെയാ കേൾക്കുന്നത്, ഏതുവരെയാണ് അവന്റെ ശബ്ദം ഇങ്ങനെ പരക്കുന്നത്, അതിലുള്ള പർവ്വതങ്ങള്, മരങ്ങള്, കല്ലുകള്, മുള്ളുകള്, പക്ഷികള്, പടച്ചവനെ, വാഴുഗണങ്ങള് എല്ലാം അവനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നുണ്ടെന്ന്, അവനിക്ക് വേണ്ടി നന്മകൾ ചെയ്യുന്നുണ്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യം പറയുമ്പോ പടച്ചവനെ, ആ മനുഷ്യന്മാരെ കുറിച്ചിട്ടാ അല്ലാഹുവേ 40-50 വർഷങ്ങളോളം പടച്ചവനെ പള്ളിയിൽ ബാങ്ക് വിളിച്ച ഒരു മനുഷ്യന്റെ കഥയാ പറയുന്നത്. ആ മനുഷ്യന്റെ മരണത്തിലേക്ക് കടക്കുമ്പോ എന്നോട് പറയുന്ന, മോനെ, ഖുർആൻ എടുത്തു കൊണ്ടുവാടാ. ഈ മനുഷ്യൻ പറയുന്നു, ഞാൻ വിചാരിച്ചു എന്റെ സഹോദരന് പടച്ചവന് മരണത്തോട് മല്ലടിച്ച് രോഗിയായി കിടക്കുകയാണല്ലോ, അവസാനം ഖുർആൻ എടുത്തിട്ട് ഓതിയും കൊണ്ട് പടച്ചവന് അല്ലാഹുവിലേക്ക് കലിമ ചൊല്ലി മരിക്കാനാകുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നിൽക്കുമ്പോഴാണ് അതാ പടച്ചവനെ ഖുർആന് പിടിച്ചിട്ട് കീറുകയോ, ഖുർആന് പിടിച്ചിട്ട് കീറുകയോ, പടച്ചവനെ ഖുർആൻ കീറിയിട്ട് വലിച്ചെറിയുകയോ, എന്നിട്ട് പറയുന്നു, ഞാനിതിൽ വിശ്വസിക്കുന്നില്ല, ഇത് മുഴുവനും കള്ളമാ, ഇത് മുഴുവനും കള്ളമാ. പടച്ചവനെ ഖുർആൻ എടുത്തു വലിച്ചെറിയുകയാ ചെറുപ്പക്കാരാ, ഖുർആൻ എടുത്തിട്ട് വലിച്ചെറിയുകയാ പൊന്നുപെങ്ങളെ. എന്നിട്ട് അവിടുന്ന് കാഫിറിനെ പോലെ അവിടുന്ന് മരിച്ചു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുകയോ. അതേപോലെ തന്നെ എന്റെ 2ാമത്തെ സഹോദരന് അല്ലാഹുവേ അതേ പള്ളിയിൽ തന്നെ
തന്നെ ബാങ്ക് വിളിക്കുന്നവരായിരുന്നു. ബാങ്ക് വിളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് രോഗിയായി. അവിടുന്ന് മരണത്തിന്റെ സമയത്ത് എന്നോട് പറയുന്നു, ഖുർആൻ കൊണ്ടുവാടോ, അവിടുന്ന് ഖുർആൻ കൊണ്ടുവാടോ. ഖുർആൻ കൊണ്ടുപോയി കൊടുത്തപ്പോ പടച്ചവനെ വലിച്ചു കീറുകയാ. വലിച്ചു കീറിയിട്ട് വലിച്ചെറിഞ്ഞിട്ട് പടച്ചവനെ പറയുകയാ, ഇതിന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഇത് കള്ളവാ, ഇത് കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ വലിച്ചു കീറുകയാ. പടച്ചവനെ അവിടുന്ന് കാഫിറിനെ പോലെ കലിമ പോലും ചെയ്യാതെ 40-50 വർഷം പള്ളിക്കകത്തിരുന്നിട്ട് നിസ്കരിച്ചിട്ട് ബാങ്ക് വിളിച്ച മനുഷ്യന് അതാ പടച്ചവനെ മരിച്ചു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ഈ മഹാനായ മനുഷ്യൻ ചോദിക്കുന്നു, നിന്റെ സഹോദരങ്ങളുടെ അവസ്ഥ എന്താ, അവരുടെ പരിപാടി എന്താ, എന്തായിരുന്നു ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവർക്ക് എത്താനുള്ള കാര്യം എന്തെന്ന് ചോദിക്കുമ്പോ പടച്ചവനെ ആ ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങളെ എന്റെ സഹോദരന്മാരുടെ സ്വഭാവം എന്താണെന്നറിയോ? എന്റെ സഹോദരന്മാരുടെ സ്വഭാവം പടച്ചവനെ അന്യ പെണ്ണിന്റെ ഔറത്തിലേക്ക് നോക്കാൻ അവർ വല്ലാതെ താല്പര്യം കാണിച്ചിരുന്നവരാ. അന്യരുടെ ഔറത്തിലേക്ക് നോക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു അദാബ് അവർക്ക് വന്നതെന്ന് പറയുമ്പോ പടച്ചവനെ ഇന്ന് മൊബൈൽ ഫോൺ എടുത്തിട്ട് അന്യ പെണ്ണിന്റെ ചുക്കും ചൂരുമണിഞ്ഞിട്ട് അല്ലാഹുവേ വേണ്ടാദീനങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും സിനിമയുടെയും സീരിയലിന്റെയും ലോകത്തിരുന്നിട്ട് മോനെ ഹറാം കാണുന്നവനെ, ഹറാം കാണുന്ന പെണ്ണേ, അല്ലാഹു തആല നിനക്ക് നല്ല മരണം തരുവോടാ. നിനക്ക് അല്ലാഹു തആല നിന്റെ ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി തരുവോ? അല്ലാഹു തആല നന്നാക്കി തരണമെങ്കിൽ ദുനിയാവിൽ വെച്ചിട്ട് നീ നന്മ ചെയ്യണ്ടേ, ദുനിയാവിൽ വെച്ചിട്ട് നീ നല്ലത് പറയണ്ടേ. അല്ലാഹു തആല എങ്ങനെയാ ദുനിയാവിൽ ജീവിക്കാൻ പറഞ്ഞത്? മോനെ നീ അതുപോലെ ജീവിക്കണടാ, എന്നാലേ നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗം ലഭിക്കൂ. ആ സ്വർഗത്തിന് വേണ്ടിയല്ലേ ഇവിടെ പണിയെടുക്കുന്നത്. എന്തിനാ നിസ്കരിക്കുന്നത്? എന്തിനാ നിസ്കരിക്കുന്നത് ചോദിച്ചാൽ എന്താ പറയാ? എന്താ പറയാടാ? നമ്മൾ പറയും പടച്ചവന്റെ സ്വർഗത്തിന് വേണ്ടിട്ടാ. പറയൂലേ? നിസ്കരിക്കുന്ന എന്തിനാ? സ്വർഗത്തിന് വേണ്ടി. നോമ്പെടുക്കുന്ന എന്തിനാ? സ്വർഗത്തിന് വേണ്ടി. സ്വതക്ക കൊടുക്കുന്ന എന്തിനാ? സ്വർഗത്തിന് വേണ്ടി. എന്നിട്ടോ ഈ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണതയുണ്ടോ എന്നൊന്നും നോക്കാൻ നമുക്കാർക്കും സമയമല്ല, അല്ലേ? നമുക്കാർക്കും സമയമല്ല. നമുക്ക് തിരക്കാ, നമുക്ക് ദുനിയാവ് മതി, നമുക്ക് ദുനിയാവ് മതി. ദുനിയാവ് എന്നുള്ള ആഗ്രഹം വന്നപ്പോ എന്റെ പ്രിയമുള്ളവരെ പരലോകം അല്ലാഹു പരാജയപ്പെടുത്തും. പണത്തിന് വേണ്ടി ദുനിയാവിൽ നമ്മൾ എന്ത് ചെയ്താലും അല്ലാഹു തആല ഒരു പിടുത്തം പിടിക്കുവടാ, ഒരു പിടുത്തം പിടിക്കും. ആ പിടുത്തം പിടിച്ചാൽ എന്റെ പ്രിയമുള്ളവരെ പിന്നെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ആര് തന്നെ വിചാരിച്ചിട്ടും കാര്യമില്ല. അത് പിന്നെ രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹു തന്നെ വിചാരിക്കണം. എന്റെ പ്രിയമുള്ളവരെ മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ്. അല്ലാഹു അങ്ങനെയാ, ഒരു പിടുത്തം പിടിക്കും. ആ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പിന്നെ അല്ലാഹു തന്നെ വിചാരിക്കണം. നമുക്കങ്ങനെ അയച്ചു തരും. ചിലപ്പോൾ നമ്മുടെ ദുനിയാവിന്റെ പണത്തിനും സമ്പത്തിനും വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വായുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് തോന്നും ആ ഇത് സംഭവം ശരിയാ, അല്ലാഹു എന്റെ കൂടെയുണ്ട് എന്നൊക്കെ. പക്ഷെ വല്ലാണ്ട് ദുനിയാവ് അങ്ങ് കയറി ഹൃദയത്തോട്ട് കയറി ചെന്നാ അല്ലാഹു അവസാനം ഒരു പിടുത്തം പിടിക്കും. മോനെ കുളക്കരയിൽ പോയിട്ട് നമ്മൾ മീനിന് വേണ്ടിയിട്ട് ചൂണ്ടയിടാറുണ്ട്, അല്ലേ? മീനിന് വേണ്ടി ചൂണ്ടയിടാറുണ്ട്. ആ ചൂണ്ട ഇങ്ങനെ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ അയച്ച് ഈ മീനിന് കൊടുക്കുന്നത് എന്തുകൊണ്ടാ? വെറുതെ കൊടുക്കുകയാണ്. നമുക്ക് ആ മീനിനോട് വല്ലാത്ത സ്നേഹം മൂത്തിട്ടാണോ? അല്ല, നമ്മൾ അതിനെ കൊത്തി എടുക്കാൻ വേണ്ടിയിട്ടാ, അല്ലെ? ഇങ്ങനെ അയച്ചിട്ട് കൊടുക്കും. അവസാനം പിടിച്ചിട്ടൊരു വലിയില്ലേ, മേലോട്ടൊരു വലിയില്ലേ? അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മ വലിക്കുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ വലി പെട്ടാ പിന്നെ പടച്ചോൻ വിടൂല. പിന്നെ കടവായി, രോഗമായി, പ്രയാസങ്ങളായി, പിന്നെ അവസാനം മരണമായി. മരണസമയം അല്ലാഹു തആല മോശമാക്കി തരുന്നു. ഖബറടോ, സിറാത്തടോ, ഹിസാബടോ, മഹ്ശറയടോ എല്ലാം നമുക്ക് പരാജയമാണ്. അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് നാളെ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഇബ്ലീസിന്റെ ശർറുണ്ടാവാൻ പാടില്ല. അല്ലാഹു ബോധം നൽകട്ടെ, അല്ലേ? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇവിടുന്ന് വിട പറയുന്ന സമയം വരെ അല്ലാഹുവിന്റെ പ്രത്യേകമായ കാവൽ വേണ്ടേ?
അള്ളാന്റെ കാവല് വേണ്ടേ? ഇബ്ലീസിന്റെ ശിറുണ്ടാവാൻ പാടില്ല അല്ലെ? ഇബ്ലീസ് ഉണ്ടാവാൻ പാടില്ല. എന്താ മരുന്ന്? പരിശുദ്ധമായ സൂറത്തുൽ ബഖറ എടുക്കുക. ആ സൂറത്തുൽ ബഖറയിലെ ആയത്തുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിച്ചവനെ, അല്ലാഹുവേ, ഇസ്ലാമിന്റെ ഖജനാവിന്റെ ചാവി എടുത്തിട്ട് കാര്യങ്ങൾ എടുത്തിട്ട് അതാ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അതാ പഠിച്ചവനെ പൊതുസ്വത്തിന്റെ ദുരൂട്ടി അതാ അബൂ ഹുറൈറ തങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. അതിന്റെ എല്ലാ കാര്യങ്ങളും മഹാനവറുകൾ നോക്കുകയാണ്. ഒരിക്കൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇരിക്കുമ്പോ ഒരു വൃദ്ധനായ പടുകിളവനായ മനുഷ്യനിങ്ങനെ കടന്നു വരികയാ. എന്നിട്ടതാ പടച്ചവനെ ബൈത്തുൽ മാലിൽ നിന്ന് മോഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അബൂ ഹുറൈറ തങ്ങൾ ഇത് കാണുകയാണ്. അവിടുന്ന് കണ്ടതിന്റെ ശേഷം പടച്ചവനെ ഇദ്ദേഹത്തെ പിടിക്കുകയാ. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ഞാൻ നിന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോവുകയാ. നീ കള്ളനാണല്ലേ, മോഷ്ടിക്കാൻ വേണ്ടി കടന്നു വന്നവനാണല്ലേ മോനെ, ഇത് ബൈത്തുൽ മാലല്ലേ, അല്ലാഹുവിന്റെ സ്വത്തല്ലേ, നീ എങ്ങനെയാ ഇത് മോഷ്ടിക്കുന്നതെന്ന് ചോദിക്കുമ്പോ പടച്ചവനെ അവിടുന്ന് പറയുന്ന വിഷമത്തോടുകൂടെ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാനിത് മോഷ്ടിക്കാനുള്ള കാര്യമെന്തെന്നറിയോ, ഞാനിവിടേക്ക് കടന്നു വരാനുള്ള കാര്യമെന്തെന്നറിയോ? പടച്ചവനെ, എന്റെ ജീവിതത്തിൽ വല്ലാത്ത പട്ടിണിയാണ് തങ്ങളെ. വീട്ടിലാരും തന്നെ ജോലിക്ക് പോകാനില്ല. അവിടെ ചെറിയ മക്കളാ ഉള്ളത്. അവർക്കൊന്നും കഴിക്കാനുള്ള പ്രയാസമാണെന്ന് പറയുമ്പോ എന്നെ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകല്ലേ, എന്നെ നിങ്ങൾ വെറുതെ വിടണേ എന്ന് പറയുമ്പോ പടച്ചവനെ അബൂ ഹുറൈറ തങ്ങൾക്ക് സങ്കടമാവുകയാ. അബൂ ഹുറൈറ തങ്ങളെ പടച്ചവനെ ഈ മനുഷ്യനെ വെറുതെ വിട്ടു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് പടച്ചവനെ അബൂ ഹുറൈറ തങ്ങൾ കടന്നു ചെല്ലുമ്പോ അബൂ ഹുറൈറ തങ്ങൾ ചോദിക്കാണ്, ഇന്നൊരാൾ അവിടെ കടന്നു വന്നുവല്ലേ, ഇന്നൊരാൾ അവിടെ വന്നുവല്ലേ? പടച്ചവനെ അബൂ ഹുറൈറ തങ്ങൾ ഇത് ഇങ്ങനെ ആലോചിക്കുകയാ. ആരാ റസൂലുള്ളാഹിയോട് പറഞ്ഞത്? ആരാ റസൂലുള്ളാഹിയോട് പറഞ്ഞത്? പടച്ചവനെ വല്ലാത്ത അത്ഭുതമാവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നവൻ പറഞ്ഞത് പച്ചക്കള്ളവാണ്. പടച്ചവനെ രണ്ടാമത്തെ ദിവസം കടന്നു വന്നു. അന്നത്തെ ദിവസം അബൂ ഹുറൈറ തങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇന്നെങ്ങാനും അവൻ കടന്നു വന്നാ അവന് എന്തായാലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുപോകുമല്ലോ. അതാ പടച്ചവനെ അബൂ ഹുറൈറ തങ്ങൾ ഇങ്ങനെ ആലോചിച്ചു നോക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ അതാ കങ്ങിങ്ങനെ കടന്നു വരുന്നു. അല്ലാഹുവിന്റെ റസൂലിന് പറഞ്ഞതുപോലെ പടച്ചവനെ അതാ കള്ളത്തരവുമായി കടന്നു വരികയാണ് ഈ മനുഷ്യന്. അതാ അവിടുന്ന് ബൈത്തുൽ മാലിലെ സ്വത്ത് എടുക്കാൻ നോക്കുമ്പോ അബൂ ഹുറൈറ തങ്ങൾ കയ്യോടെ പിടിക്കുകയാ. എന്നിട്ട് പറയുന്നു, ഇന്ന് നിനക്ക് രക്ഷയില്ല, എന്തായാലും റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്നെ ഞാൻ എത്തിക്കുമെന്ന് പറയുമ്പോ പടച്ചവനെ ഈ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, വേണ്ട തങ്ങളെ, വേണ്ട തങ്ങളെ, എന്നെ കൊണ്ടുപോകല്ല തങ്ങളെ, കാരണം ഞാൻ പട്ടിണിയാത് കൊണ്ടാ രണ്ടാമത്തെ ദിവസവും കടന്നു വന്നത്, പ്രയാസമായത് കൊണ്ടാ കടന്നു വന്നതെന്ന് പറയുമ്പോ അല്ലാഹുവേ, അബൂ ഹുറൈറ തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. മഹാനവറുകൾ പറഞ്ഞു, നീ വരാൻ പാടില്ല, നീ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞിട്ട് വെറുതെ വിട്ടോ. അതാ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോ റസൂലുള്ള ചോദിക്കുകയാ, അബൂ ഹുറൈറ, ഇന്നും അവൻ കടന്നു വന്നുവല്ലേ, ഇന്നും അവൻ പറഞ്ഞത് കള്ളവാ? പടച്ചവനെ, അബൂ ഹുറൈറ തങ്ങൾക്ക് വല്ലാത്ത സങ്കടമാവുകയാണ്. കള്ളത്തരം കടന്നു വന്നുകൊണ്ട് എന്നെ പറ്റിച്ചവനാണല്ലേ അവന് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് നീ എന്തായാലും കൊണ്ടുവരുമെന്ന ചിന്തയോടുകൂടെ അതാ പടച്ചവനെ അബൂ ഹുറൈറ തങ്ങൾ ആ മനുഷ്യനെ കാത്തു നിൽക്കുകയാ. മൂന്നാമത്തെ ദിവസവും കടന്നു വന്നപ്പോ അവിടുന്ന് പടച്ചവനെ ഈ മനുഷ്യനോട് പറയുകയാ, ഇന്ന് നിന്നെ ഞാൻ വെറുതെ വിടില്ല, നീ എന്ത് കാരണം പറഞ്ഞിട്ടും രക്ഷപ്പെടാൻ നോക്കണ്ട. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകുമല്ലോ, അതുകൊണ്ട് നീ രക്ഷപ്പെടില്ലെന്ന് പറയുമ്പോ പടച്ച തമ്പുരാനെ അദ്ദേഹം അവിടുന്ന് അട്ടഹസിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന, തങ്ങള് പ്രയാസം കൊണ്ടാ
വിഷമം കൊണ്ടാ നിങ്ങൾ എന്നെ വെറുതെ വിടണമെന്ന് പറയുകയാ? ഇല്ല എന്ന് അബൂ ഹുറൈറ തങ്ങൾ വിടില്ല എന്ന് മനസ്സിലായപ്പോ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഞാൻ നിങ്ങൾക്കൊരു ഇൽമ പറഞ്ഞു തരാ. ഇൽമെന്ന് പറഞ്ഞാ കേട്ടാ സ്വഹാബത്തിന് അങ്ങനെയാ. വല്ലാത്ത ആർത്തിയായിരുന്നു. അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഞാൻ നിങ്ങൾക്കൊരു ഇൽമ പറഞ്ഞു തരാം. പടച്ചവനെ, ഇബ്ലീസായ ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ, ആ ഇബ്ലീസിന്റെ ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാ തങ്ങളെ. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇബ്ലീസ് പിന്നെ നിങ്ങളുടെ ഭാഗത്തേക്ക് കടന്നു വരില്ല, ഒരാളുടെ അടുത്തേക്കും കടന്നു പോകില്ലെന്ന് പടച്ചവനെ ഈ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാണ്. എന്തേ പറഞ്ഞു കൊടുത്തതെന്നറിയോ? പടച്ചവനെ, സൂറത്തുൽ ബഖറയില് അല്ലാഹുവേ ഒന്നാമത്തെ സൂറത്ത് എടുത്തു കഴിഞ്ഞാ, പടച്ചവനെ ഫാത്തിഹ കഴിഞ്ഞിട്ടുള്ള സൂറത്ത് എടുത്തു കഴിഞ്ഞാ അതിലൊരായത്ത് കാണാം. പടച്ചവനെ, ഏത് ആയത്തെന്നറിയോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു സൂറത്തുണ്ട്, ആയത്തുൽ കുർസി. പടച്ചവനെ, അത് പാരായണം ചെയ്താൽ ആത്മാർത്ഥമായിട്ട് ആരാ പാരായണം ചെയ്യുന്നത്, അവന്റെ മുമ്പിലേക്ക് ഒരിക്കലും ഇബ്ലീസ് കടന്നു വരില്ലെന്ന്. ഇബ്ലീസ് അത് ഓതുന്നവന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോവുകയാ, അവന്റെ ശരീരത്തിൽ നിന്ന് ഓടിപ്പോവുകയാ, അവന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ നിന്ന് ഓടിപ്പോകുകയാണെന്ന് അതാ പടച്ചവനെ ആ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ. അതാ ഇത് പറഞ്ഞപ്പോ അബൂ ഹുറൈറ തങ്ങൾ അദ്ദേഹത്തെ വെറുതെ വിട്ടു. അദ്ദേഹം പടച്ചവനെ വേഗത്തിൽ ധൃതിയിൽ കടന്നുപോയി. അബൂ ഹുറൈറ തങ്ങൾ നമസ്കാരത്തിന് വേണ്ടി പുന്നാര നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയോ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, തങ്ങളെ ഇന്നും അദ്ദേഹം കടന്നു വന്നുവല്ലേ, പക്ഷേ ഇന്നവൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് സത്യമാണ്. ആരാ കടന്നു വന്നതെന്നറിയോ? ആരാ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നെന്നറിയോ തങ്ങളെ? അത് ഇബ്ലീസാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്തുന്നു. എന്താ പറഞ്ഞത്? ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ പേടിയുള്ള കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു. മഹാന്മാരായ സ്വഹാബത്ത് അങ്ങനെയാ. ഇൽമ് എന്ന് പറഞ്ഞാൽ അവിടെ കടന്നിട്ട് നമ്മൾ പറയല്ലേ, അവിടെ കടന്നിട്ട് അവർ ജീവൻ കളയുമെന്ന് പറയില്ലേ, എന്ന പോലെയാ നമ്മൾ പണം കാണുമ്പോ അവിടെ കടന്നിട്ട് മരിക്കും അല്ലെ, അവിടെ കടന്നിട്ട് നമ്മൾ അട്ടഹസിക്കും, കിട്ടേണ്ടതെല്ലാം നമ്മൾ വാരിയെടുക്കും. എന്നാ അവരങ്ങനെയല്ല, പണത്തെ മാറ്റി നിർത്തും. ഇൽമിനും അമലിനും വേണ്ടി അവര് എന്റെ പ്രിയമുള്ളവരെ ജീവിതം അവർ കണ്ടെത്തും. അതായിരുന്നു അവരുടെ ജീവിതശൈലി. അതുകൊണ്ട് അവർക്ക് ഒരുപാട് വിജയവും ഉണ്ടായിരുന്നു, അവർ പരാജയപ്പെടില്ലായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു മരുന്ന് പറഞ്ഞു തരാം. ഇബ്ലീസ് നിന്റെ ജീവിതത്തിൽ നിനക്ക് ഇബ്ലീസിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഇബ്ലീസിന്റെ പേടിയുള്ള ഒരു കാര്യം പറഞ്ഞു തരാം. എന്നിട്ട് പറഞ്ഞു, ആയത്തുൽ കുർസി നീ പതിവാക്ക്, അത് നീ ഓതി കഴിഞ്ഞാൽ ഇബ്ലീസിന് നിന്റെ മുമ്പിലേക്ക് കടന്നു വരാൻ കഴിയില്ല എന്ന്. എന്റെ പ്രിയമുള്ളവരെ, ഇബ്ലീസ് അവിടുന്ന് പറയാം. മുത്തുനബി പറഞ്ഞു, അവൻ പറഞ്ഞത് സത്യമാണ്. മുത്തുനബി പറഞ്ഞു, അവൻ പറഞ്ഞത് സത്യമാണ്. ഇബ്ലീസ് ഒരിക്കലും എന്റെ പ്രിയമുള്ളവരെ ഓതുന്നവന്റെ മുമ്പിലേക്ക് കടന്നു വരില്ല. അബൂ ഹുറൈറ തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, അബൂ ഹുറൈറ അത് ഇബ്ലീസ് ആയിരുന്നു. അപ്പോഴാ അബൂ ഹുറൈറ തങ്ങൾ ആലോചിക്കുന്ന, പടച്ച റബ്ബേ, എന്റെ മുമ്പിലേക്ക് 2 ദിവസം വന്ന് കള്ളം പറഞ്ഞു പോയത് ഇബ്ലീസ് ആയിരുന്നു അല്ലേ എന്ന്. എന്റെ പ്രിയമുള്ളവരെ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇബ്ലീസ് ഇനി നമ്മുടെ കൂടെ വരും. ആയത്തുൽ കുർസി അറിയില്ലടാ? ആയത്തുൽ കുർസി അറിയില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന ഐദീഹിം وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. صدق الله.
ഇതാണ് എൻ്റെ പ്രിയമുള്ളവരെ ഓതേണ്ടത്. ഇത് ഓതിയാൽ അവന്റെ മുമ്പിലേക്ക് ഇബ്ലീസ് കടന്നു വരില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ പഠിപ്പിക്കാൻ. അള്ളാഹു ബോധം നൽകട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹു ബോധം നൽകട്ടെ. അള്ളാഹു തആല എല്ലാവിധ ആഫത്ത്, മുസീബത്ത്, ഇബ്ലീസിന്റെ ശർറിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, പരീക്ഷ അടുത്തു അല്ലേ? ഒരുപാട് ആളുകളെ വിളിച്ചിട്ട് പറയാ, ഉസ്താദേ പരീക്ഷയാ, ദുആ ചെയ്യണം, ദുആ ചെയ്യണം, നല്ല മാർക്ക് വേണം, പഠിക്കാൻ കഴിയണം, പഠിച്ചത് മറക്കാൻ പാടില്ല. പരീക്ഷ ഹാളിലേക്ക് കടന്നു വന്ന പേപ്പർ കൈ കിട്ടിയ ഉസ്താദെ വല്ലാത്ത പേടിയാ, പഠിച്ചതെല്ലാം മറക്കുക. പഠിച്ചത് മറക്കാതിരിക്കാൻ ദുആ ചെയ്യണം. എൻ്റെ പ്രിയമുള്ളവരെ, പഠിക്കാൻ നല്ല മൈൻഡ് ലഭിക്കാൻ, പഠിക്കാൻ നല്ല തോന്നൽ ലഭിക്കാൻ, പഠിച്ചത് എൻ്റെ പ്രിയമുള്ളവരെ മറക്കാതെ ഹൃദയത്തിനകത്ത് സൂക്ഷിക്കാൻ എൻ്റെ പ്രിയമുള്ളവരെ ഒരു മരുന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ ഈ ഇടത്ത് കൈയുണ്ടല്ലോ, ഈ വലത് കൈയുണ്ടല്ലോ, വലത് കൈ എടുത്തിട്ട് നമ്മുടെ ഇടത്തെ നെഞ്ചിലേക്ക് ഇങ്ങനെ വെക്കണം. ഇടത്തെ നെഞ്ചിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ പ്രിയമുള്ളവരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ കണ്ണടച്ച് പിടിച്ച് അള്ളാഹുവിനെ മനസ്സിലേക്ക് ആത്മാർത്ഥമായി കൊണ്ടുവന്നിട്ട് സൂറത്ത് അലം നശ്റഹ്, സൂറത്ത് എല്ലാവർക്കും അറിയാം അല്ലേ? അലം നശ്റഹ് സൂറത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻകല ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ فإذا فرغت فانصب وإلى ربك فارغب. لا صدق الله العلي العظيم. ഈ സൂറത്ത് 3 പ്രാവശ്യം ഓതണം. കൈ ഇവിടെ നിൽക്കാൻ പാടില്ല. എന്നിട്ട് എൻ്റെ പ്രിയമുള്ളവരെ ഇവിടെ ഊതണം 3 പ്രാവശ്യം. ഒരു എന്നീ നെഞ്ചിന്റെ ഭാഗത്തേക്ക് ഊതണം. എന്നിട്ട് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിന്റെ ശേഷം നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ദുആ ചെയ്യണം. എന്ത് പറയണം? അവിടുന്ന് ആത്മാർത്ഥമായിട്ട് റബ്ബിശ്റഹ് ലീ സുദ്രി വയസ്സിർ അംരി, റബ്ബിശ്റഹ് ലീ സുദ്രി വയസ്സിർ അംരി. ഇത് നമ്മൾ പറയണം ബിഹഖി നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഗ്രൂപ്പിൽ ഇത് വരും. ഗ്രൂപ്പിൽ ഇല്ലാത്ത ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ പോസ്റ്റ് ഭാഗത്ത്, ചാനലിന്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. ഇൻഷാ അല്ലാഹ് അതിലൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇത് നമ്മൾ ചെയ്യണം. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഏത് മനപ്പാടമില്ലാത്ത ആളുകൾക്കും എന്നിട്ട് ഇവിടേക്ക് നമ്മൾ എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ നെഞ്ച ഭാഗത്തേക്ക് ഊത, കൈകളിലേക്ക് ഊത, ശരീരം തടവുക. എന്നിട്ട് പരീക്ഷ ഹാളിലേക്ക് കയറി ചെല്ലുക. നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ ഇത് പഠിപ്പിക്കുക. ഇത് പഠിപ്പിച്ചിട്ട് അവരിത് ചെയ്യട്ടെ. ഒന്ന് അലം നശ്റഹ് സൂറത്ത് ഓതണം അല്ലേ? അലം നശ്റഹ് സൂറത്ത് ഇടത്ത് നെഞ്ചിനകത്ത് നമ്മുടെ വലത്തെ കൈ വെച്ച് 3 പ്രാവശ്യം ഓതി ഇടത്ത് നെഞ്ചിലേക്ക് ഊതി റബ്ബിശ്റഹ് ലീ സുദ്രി വയസ്സിർ അംരി ബിഹഖി നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് ആത്മാർത്ഥമായിട്ട് ഒരു 7 തവണ ഇൻഷാ അല്ലാഹ് നമ്മളത് ചൊല്ലി നമ്മളൊന്ന് ദുആ ചെയ്താൽ, ശരീരം ഒന്ന് തടവിയിട്ട് നമ്മൾ പരീക്ഷ ഹാളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ അൽഹംദുലില്ലാഹ് ആത്മാർത്ഥമായിട്ട് നമ്മുടെ മക്കൾക്ക് നല്ല രൂപത്തിൽ പഠിക്കാനും നല്ല രൂപത്തിൽ അതിനെക്കുറിച്ച് അറിയാനും നമ്മുടെ കുട്ടികൾക്ക് പ്രശ്നങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങളും റാഹത്തോടു കൂടെ അവിടെ ഓർമ്മശക്തി ലഭിക്കാനും എഴുതിയത് ഏത് രൂപത്തിൽ വേണമെങ്കിലും പഠിച്ചത് അവർക്ക് എഴുതാൻ കിട്ടാനും ഒക്കെ അത് വലിയ സഹായകമാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ പതിവാക്കാൻ വേണ്ടി നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. നമ്മുടെ മക്കൾ അതുപോലെ ചെയ്യട്ടെ. നല്ല അറിവും പക്വതയും ബുദ്ധിയും ഒക്കെ അല്ലാഹു തആല അവർക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി ദുആയിലേക്ക് കടക്കുകയാണ്. ഒരുപാട് ആളുകൾ എൻ്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാഹ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് സന്തോഷം, വളരെ സന്തോഷം. അല്ലാഹു തആല എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകട്ടെ. വിഷമങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങൾ, വേദനകൾ അല്ലാഹു തആല തീർത്തു കൊടുക്കട്ടെ. എൻ്റെ മകനൊരു വിസ റെഡിയാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മരണ ആക്കിബത്ത് നന്നാവാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് ഇന്ന് 100ന്റെ മുകളിൽ ആളുകൾ അൽഹംദുലില്ലാഹ് നമ്മുടെ മജ്ലിസിലൂടെ കടന്നു പോയിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു റഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ഇതിലേറെ ആളുകൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കഴിയട്ടെ.
എല്ലാവരും 3 സ്വലാത്ത് ചൊല്ലു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق